ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്ക് സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. മഹാഭാരതം യുദ്ധം 18 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ദുര്യോധൻ പോയി ഒളിച്ചിരിക്കുകയാണ്. ദുര്യോധനെ കണ്ടുപിടിക്കാൻ പാണ്ഡവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് വേടന്മാർ ദുര്യോധൻ ഒളിച്ചിരിക്കുന്ന ആ സ്ഥലം കണ്ടുപിടിക്കുകയാണ്. ഇനി അവർ ചെന്ന് പാണ്ഡവരോടത് പറയുകയും ഇനിയാണ് ഇന്നത്തെ മഹാഭാരതം വീഡിയോയിൽ നമ്മൾ ഭീമനും ദുര്യോധനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. തുടങ്ങാം അല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാമയം ദദാതി സ്വപദാന്തികം. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സർവരഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാൻവിതം സ്യ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാ ദാമോദായ നഗരഗ്രാമചാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പശ്ചാത്യദേശതായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ ശ്രീഭാഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുക ഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിധായ നമസ്തേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുക ബിരുദാവസിദ്ധാന്തഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബ്രസാംബൂലേ ബാലാംബുജയന്തേ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാവിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായത്തെ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവ സർവോമ ശ്രീജഗന്നാഥായ തേ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിയം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേ ഗതി മത്സർവസ്വപാദാംബുജോ രാധാമതി നമഃ. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീരഗോവിന്ദദേവോ പ്രേഷ്ഠാരംഭി സേവ്യമാനോ സ്മരാമി. ശ്രീമണ്ഡാസരസാരംഭീവം ശ്രീപടത്തടസ്ഥിത കർഷൻ വേണുസ്മരേർഗോപൈർഗോപിനാഥശ്രീസ്തുന തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ. മുഖം കരോതി വാചാലം ഭംഗം ലംഘായതേ ഗിരിം യത്കൃപാതമാം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യവീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. പാണ്ഡവർ ദുര്യോധനെ കുറേ അന്വേഷിച്ച് നടന്നു. പക്ഷെ ദുര്യോധനെ കണ്ടെത്താൻ കഴിയില്ല. യുധിഷ്ഠിരൻ്റെ ശിബിരത്തിൽ എത്തിയതിനു ശേഷം പടയാളികളെ പറഞ്ഞയച്ചു യുദ്ധകളത്തിൽ എല്ലാ ദിശകളിലും പോയി ദുര്യോധനെ തപ്പിയെടുക്കാൻ. അങ്ങനെ അവർ ഈ ദുര്യോധനായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വാർത്തയ്ക്കായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് വേടന്മാരെ പിടിച്ചുകൊണ്ട് പടയാളികൾ എത്തുന്നത്. യുധിഷ്ഠിരൻ്റെ പാദങ്ങളിൽ വീണിട്ട് വേടന്മാർ കണ്ട കാഴ്ചകളും കേട്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു. യുധിഷ്ഠിരൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഉടൻ തന്നെ യുധിഷ്ഠിരൻ വേടന്മാർക്ക് ഒരുപാട് സമ്പത്ത് നൽകി.
അവരോട് പോകാൻ പറഞ്ഞിട്ട് സഹോദരന്മാരുമായിട്ട് കുളത്തിൻ്റെ അടുത്തേക്ക് എത്തുകയായിരുന്നു. ആ കുളത്തിൻ്റെ പേര് ദ്വൈപായന എന്നായിരുന്നു. പാണ്ഡവ യോദ്ധാക്കൾ എല്ലാവരും അവരുടെ കൂട്ടത്തിൽ പോയി, പാണ്ഡവരുടെ കൂട്ടത്തിൽ തന്നെ. എന്നിട്ട് പറഞ്ഞു, ദുര്യോധനെ കിട്ടി, എത്രയും പെട്ടെന്ന് അവനെ തീർക്കണം. മൂന്ന് കൗരവരും, അതായത് അശ്വത്ഥാമ, കൃപാചാര്യ, കൃതവർമ്മ, പാണ്ഡവർ വരുന്ന ആ ശബ്ദം കേട്ടു. കാരണം അവരെങ്ങനെയെങ്കിലും ദുര്യോധനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ജയിച്ച് അഭിമാനത്തോടു കൂടി വരുന്ന പാണ്ഡവർ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് അവർ 3 പേരും അവിടെ നിന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പാണ്ഡവർ അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ ഈ 3 യോദ്ധാക്കളും കുതിരപ്പുറത്ത് കയറി വനത്തിൻ്റെ ഉൾമേഖലകളിലേക്ക് പോയി ഒളിക്കുകയാണ്. അങ്ങനെ അവരെത്തിയപ്പോൾ കുളം വളരെ നിശ്ചലമായിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. ദുര്യോധൻ്റെ ആ മായാവി ശക്തിയാൽ അത് കണ്ടതോടുകൂടി തന്നെ അവർക്ക് മനസ്സിലായി ദുര്യോധനൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന്. ഭീരുവിനെ പോലെ ഒളിച്ചിരിക്കുകയാണ്. യുധിഷ്ഠിരനെ ഭഗവാനോട് പറഞ്ഞു, നോക്കൂ ഭഗവാനെ, എത്ര വലിയ നീചനാണെന്ന് നോക്കണേ. സ്വന്തം മായാവി ശക്തിയാൽ യുദ്ധത്തെ മാറ്റിവെക്കാൻ ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവൻ്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, ഇവൻ എന്തായാലും മരിക്കും. ഭഗവാൻ ഇത് സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ മായാവി ശക്തിയാൽ യുധിഷ്ഠിരൻ്റെ മായാവി ശക്തിയെ തകർക്കും. മായാവി ശക്തി കൊണ്ടാണ് തകർക്കേണ്ടത്. അതുകൊണ്ട് എത്രയോ പ്രാവശ്യം ദാനവന്മാരെ ദേവന്മാർ അവരുടെ മായാവി ശക്തിയാൽ നശിപ്പിച്ചിരിക്കുന്നു. അതേപോലെ ഈ ഒരു ദുര്യോധനെ നീ എത്രയും പെട്ടെന്ന് കൊല്ലണം. യുധിഷ്ഠിരനെ ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, നീ എന്തിനാണ് ഈ കുളത്തിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നത്? നീ എന്തുകൊണ്ടാണ് നിനക്കിപ്പോൾ മരണഭയം തോന്നിയത്? നിൻ്റെ കുലത്തെ എല്ലാവരെയും നശിപ്പിച്ച് കൊന്നൊടുക്കിയിട്ട് നിൻ്റെ കൂട്ടുകാരെയും കൊന്നു, കോടാനുകോടി ക്ഷത്രിയന്മാരെ കൊന്നു. എന്നിട്ട് നീ എന്താ ഒളിച്ചിരിക്കുന്നത്? എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. നിനക്ക് മാനോ അഭിമാനമൊന്നും ഇല്ലേ? നീ ആ സഭയിൽ വെച്ച് എന്തോ വലിയ യോദ്ധാവാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അതൊക്കെ വെറുതെ ആയി എന്നെനിക്കിപ്പം തോന്നുന്നു. നീ വെറും ഒരു ഭീരുവാണ്. നിൻ്റെ പ്രാണൻ രക്ഷിക്കാനായിട്ട് നീ ഇപ്പോൾ പേടിച്ചിരിക്കുന്ന കണ്ടില്ലേ? മൂഢാ, എത്രയും പെട്ടെന്ന് പുറത്തു വരൂ. എന്നിട്ട് നീ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ശിക്ഷ അനുഭവിക്കും. ഒരു നപുംസകത്തെ പോലെ ഇങ്ങനെ പോയി ഒളിക്കരുത്. യഥാർത്ഥ യോദ്ധാവ് ഒരിക്കലും ഇങ്ങനെ യുദ്ധത്തിൽ നിന്നും പലായനം ചെയ്യാറില്ല. അവർ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി മരണത്തെ സ്വീകരിക്കാറേ ഉള്ളൂ. അതുകൊണ്ട് നിൻ്റെ സ്വാഭിമാനത്തെ ഇങ്ങനെ നഷ്ടപ്പെടുത്തരുത്. ഒന്നുകിൽ നീ നമ്മളെ തോൽപ്പിച്ച് ഈ ലോകം ജയിക്കും, അല്ലെങ്കിൽ നമ്മളാൽ വധിക്കപ്പെട്ടു. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ കൃഷ്ണനും പാണ്ഡവ യോദ്ധാക്കളും എല്ലാവരും അവിടെ നിൽക്കുകയായിരുന്നു യുധിഷ്ഠിരൻ്റെ മറുപടിക്കായിട്ട്. ചുറ്റും കുളത്തിന് ചുറ്റും യുധിഷ്ഠിരൻ നോക്കി. യുദ്ധത്തിൻ്റെ വളരെ അടുത്ത് തന്നെയായിരുന്നു ഈ കുളം. യുദ്ധത്താൽ ഉണ്ടായ ആ ചൂടും പിന്നെ പൊടിപടലങ്ങളിൽ നിന്നും ഒരു ആശ്വാസമായിരുന്നു ഈ കുളം. ചുറ്റും ഒരുപാട് നല്ല മരങ്ങളൊക്കെ തണലായിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ജീവജാലങ്ങളും ആ കുളത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. പ്രത്യേകതരം കുളിർമയുള്ളൊരു കാറ്റും അവിടെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അതിമനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടപ്പോൾ തന്നെ പാണ്ഡവർക്ക് വലിയ സന്തോഷമായി. യോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു തപസ് ചെയ്യാനായിട്ട്. കുറേ നിമിഷങ്ങൾക്ക് ശേഷം ദുര്യോധനൻ തിരിച്ചു പറഞ്ഞു,
യുധിഷ്ഠിര, എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും ഭയമുണ്ട്. പക്ഷെ ഞാൻ ഈ കുളത്തിൻ്റെ ഉള്ളിൽ കയറിയത് ഭയത്താലല്ല. എൻ്റെ സൈന്യം എൻ്റെ കൂട്ടത്തിലില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത്. എന്തായാലും അനുയോജ്യമായിട്ടുള്ള സമയമാകുമ്പോൾ ഞാൻ യുദ്ധം ചെയ്യും. യുധിഷ്ഠിരൻ കേട്ടിട്ട് ചിരിച്ചു. എന്നിട്ട് ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, വിശ്രമമൊക്കെ ഒരുപാടായി. ഇനി അവസാന യുദ്ധത്തിനുള്ള സമയമായി. അതുകൊണ്ട് നീ പുറത്തു വന്ന് ഒന്നുകിൽ നമ്മളെ കൊല്ലൂ, അല്ലെങ്കിൽ സ്വയം മരിക്കൂ. ദുര്യോധനൻ ഇപ്പോഴും കർണൻ്റെയും ശകുനിയുടെയും ബാക്കിയുള്ള സഹോദരങ്ങളുടെയും മരണത്തിൽ ദുഃഖിതനായിരുന്നു. എന്നിട്ട് ഒരുപാട് വിഷമിച്ച് ശബ്ദം ഇടറിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ ലോകം ഭരിക്കാൻ ഒട്ടും താല്പര്യമില്ല. എൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും മരിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയായിരുന്നു ഞാനിതെല്ലാം ചെയ്യുക. അവരൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്? ഇതാണ് ദുര്യോധനും അർജുനും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് കൂടുതൽ ആൾക്കാരും ദുര്യോധൻ്റെ ടൈപ്പ് ആൾക്കാരാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പശ്ചാത്തപിക്കുന്നത്. പക്ഷേ ഇതേ വിഷമം അർജുൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, അല്ലേ? മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഭഗവത്ഗീതയിൽ നമ്മൾ തുടക്കത്തിൽ അർജുൻ്റെ കാരണങ്ങൾ ഇത് തന്നെയല്ലേ, യുധിഷ്ഠിരനും ഇത് തന്നെയല്ലേ പറയുന്നത്. അന്നേരം എന്താ പറയുക, അജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായതിന് ശേഷമേ പശ്ചാത്താപം തോന്നാറുള്ളൂ. പക്ഷേ സജ്ജനങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ഇത് ചെയ്താൽ എന്തായിരിക്കും ഇനി ഉണ്ടാകുന്നത് എന്ന്. അത് മനസ്സിലാക്കി അവർ അതിനു മുമ്പേ തന്നെ മുൻകരുതലുകൾ എടുക്കും. ആ ഒരു ദിശയിലേക്കേ പോകാൻ ശ്രമിക്കാറില്ല. പക്ഷേ ദുര്യോധനൻ കണ്ടില്ല, ഇപ്പോഴാണ് ആകെ പശ്ചാത്തപിക്കുന്നത്. എനിക്ക് രാജ്യമൊന്നും വേണ്ട, എൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പോയിരിക്കുകയാണെന്നൊക്കെ പറയണം. ആർക്ക് വേണ്ടിയായിരുന്നോ ഞാൻ ഈ ആധിപത്യമൊക്കെ ശ്രമിക്കാൻ ശ്രമിച്ചത്? അവരെല്ലാം ഇപ്പം മരിച്ചു കിടക്കുകയാണ്. അന്നേരം ഞാൻ നിനക്ക് ഈ ഭൂമി ദാനമായിട്ട് നൽകുന്നു. എനിക്ക് നിന്നെ തോൽപ്പിക്കണമെന്നുണ്ട്, നിൻ്റെ അഹങ്കാരത്തെ തീർക്കണമെന്നുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യാനുള്ള താല്പര്യം ഇപ്പോൾ നശിച്ചിരിക്കുകയാണ്. ഞാൻ ദ്രോണരെക്കുറിച്ചും കർണനെക്കുറിച്ചും പിതാമഹനെക്കുറിച്ചും ആലോചിക്കുമ്പോൾ എനിക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യം. എന്താ ഒരു സ്നേഹം, അല്ലേ? അതുകൊണ്ട് ഞാൻ ഇനി വനത്തിൽ പോവുകയാണ്, വനവാസിയായിട്ട് ഇനി ജീവിക്കാൻ പോവുകയാണ്, തപസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നീ ലോകം ഭരിക്കൂ, എല്ലാ സമ്പത്തും എല്ലാം സ്വീകരിക്കൂ, ഞാൻ ഇവിടെ തന്നെ ആയിരിക്കുന്നു. ഇത് ഒരു കണക്കിനൊരു കളിയാക്കലും കൂടെ ആയിരുന്നു. മനസ്സിലായില്ലേ? അതായത് ദുര്യോധന ജയിക്കാൻ താല്പര്യമുണ്ട്, പറ്റും, എന്നിട്ടും ഇത് ദാനമായിട്ട് നൽകിയിരിക്കുന്നതാണ്. അതുകൊണ്ട് യുധിഷ്ഠിരൻ ഒരുപാട് അക്ഷമനായി. ഒന്ന് പറഞ്ഞു, ദുര്യോധന, ചുമ്മാ വീരവാദം മുഴക്കാതെ, നിന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാമെന്ന് പറ്റുമെന്ന് പറയാതെ മര്യാദയ്ക്ക് ഒന്ന് യുദ്ധം ചെയ്യും. എനിക്ക് നിന്നോട് ഒരു ദയം തോന്നില്ല. നിൻ്റെ ഒരു അത്യാഗ്രഹം കാരണമാണ് എത്രയും പേര് മരിച്ചത്. ഞാനൊരിക്കലും നിൻ്റെ ഒരു ദാനമായിട്ട് ഈ ഭൂമിയെ സ്വീകരിക്കത്തില്ല. അതൊരു ക്ഷത്രിയ ധർമ്മമല്ല. പിന്നെ നീ ഇത് ദാനമായിട്ട് നൽകാനുള്ള അധികാരം നിനക്കില്ല. കാരണം നീ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിൻ്റേതല്ല ഈ രാജ്യം, ഇതിപ്പോൾ എൻ്റേത് തന്നെയാണ്. എന്നിട്ട് യുധിഷ്ഠിരൻ സഹോദരന്മാരെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്തുകൊണ്ട് ഇത് ഭഗവാൻ കൃഷ്ണൻ വന്ന് നിന്നോട് ചോദിച്ചപ്പോൾ നീ നൽകിയില്ല? ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും തരത്തില്ലെന്നല്ലേ നീ ഭഗവാനോട് പറഞ്ഞത്? ഇതിപ്പോൾ നിൻ്റേതല്ല, നിനക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതൊരിക്കലും നിൻ്റേത് ആയിരുന്നിട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് മര്യാദയ്ക്ക് ഒന്ന് യുദ്ധം ചെയ്യും. ഒന്നുകിൽ നമ്മളെ കൊല്ലൂ, ഈ ലോകം ഭരിക്കും, അല്ലെങ്കിൽ നമ്മളാൽ വധിക്കപ്പെട്ട് നീ ഉപരിലോകങ്ങളിലേക്ക് പോകും. കാരണം നീ ദ്രൗപദിയെ അപമാനിച്ചതിൻ്റെയും ദ്രൗപദിക്കെതിരെ ചെയ്ത പാപകർമ്മങ്ങൾക്കൊക്കെ നീ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒട്ടും നിന്നെ വെറുതെ വിടത്തില്ല. ഇവിടെ തന്നെ ബാക്കിയുള്ള പാണ്ഡവരും ദുര്യോധനെ വെല്ലുവിളിക്കാൻ തുടങ്ങി. വീണ്ടും വളരെ ക്രുദ്ധാവസ്ഥയിൽ അവരെല്ലാവരും കളിയാക്കാൻ തുടങ്ങി, ഒരുപാട് അപമാനിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള യോദ്ധാക്കളും അലറി വെല്ലുവിളിക്കാൻ തുടങ്ങി, അവിടെ ആയുധങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഇതെല്ലാം കേട്ടിട്ട് യുധിഷ്ഠിരൻ്റെ വാക്കുകളെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ദുര്യോധന ദേഷ്യമായി. ദുര്യോധന അവസാനം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു.
ദുര്യോധനൻ പറഞ്ഞു, പാണ്ഡവരെ, നിങ്ങൾക്ക് സുഹൃത്തുക്കളും ഉണ്ട്, രഥങ്ങളും ഉണ്ട്, എല്ലാ കുതിരകളും ആനകളും ഒക്കെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ രഥം പോലും ഇല്ല. ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നത്? ഇതൊരു ക്ഷത്രിയ ധർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരാളുമായിട്ട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ എനിക്ക് അവസരം നൽകണം. ഞാൻ അങ്ങനെയാണെങ്കിൽ വരാം. എനിക്ക് നിങ്ങളാരെയും ഭയമില്ല. ഞാൻ എൻ്റെ മരിച്ചുപോയ എല്ലാ യോദ്ധാക്കൾക്കും അവരുടെ മരണത്തിൻ്റെ പ്രതികാരം ഞാൻ തീർക്കുന്നതായിരിക്കും. ഇത് കേട്ട ഉടനെ പാണ്ഡവർക്ക് വലിയ സന്തോഷമായി, യോദ്ധാക്കൾക്കെല്ലാം. യുധിഷ്ഠിരൻ പറഞ്ഞു, വലിയ ഭാഗ്യം, നീ നിൻ്റെ കർത്തവ്യം മറക്കുന്നില്ലല്ലോ. നിൻ്റെ മനസ്സ് യുദ്ധത്തിലേക്ക് വന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നിനക്ക് നമ്മളിൽ നിന്ന് ആരെയും തിരഞ്ഞെടുക്കാം, ഏതായുധം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമ്മളിൽ ആരെങ്കിലും നീ ഒരാളെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് രാജാവാകാം, അല്ലെങ്കിൽ നമ്മുടെ കൈകാൽ മരിച്ചിട്ട് നിനക്ക് സ്വർഗം പോകാം. ഇത് കേട്ടോണ്ട് ദുര്യോധന വലിയ സന്തോഷമായി. ദുര്യോധൻ ഗദ പിടിച്ചു, അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ തീർച്ചയായിട്ടും വീരനാണ്. ദുര്യോധൻ പറഞ്ഞു യുധിഷ്ഠിരനോട്, നീ എനിക്കിഷ്ടമുള്ള ആയുധം തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഗദ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. എന്നോട് യുദ്ധം ചെയ്യാൻ നിങ്ങളിൽ ആർക്കാണ് ചങ്കുറപ്പുള്ളത് അവർ മുന്നോട്ട് വരട്ടെ. ഞാൻ ഒറ്റയ്ക്ക് രഥമൊന്നും ഇല്ലാതെ വെറും തറയിൽ നിന്നുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യും. ഉറപ്പായിട്ട്, ഒരു സംശയം വേണ്ട, ഞാൻ ഒരാളുമായിട്ട് ഒരു സമയത്ത് യുദ്ധം ചെയ്യും. ഞാൻ ഗദയും പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കാണ് എൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, നമുക്കത് കാണാം. നീ പുറത്തു വരൂ, ആണുങ്ങളെ പോലെ പുറത്തു വരൂ. മരണം നിനക്കായിട്ട് കാത്തു നിൽക്കുകയാണ്. നീ എന്തായാലും രക്ഷപ്പെടത്തില്ല. യുധിഷ്ഠിരൻ്റെ ഈ വാക്കുകൾ സഹിക്കാൻ പറ്റാതെ ദുര്യോധനൻ പുറത്തു വരികയാണ്. ഗദയും തോളിൽ വെച്ചുകൊണ്ട് ഒരു പർവ്വതം പൊങ്ങി വരുന്ന പോലെ ദുര്യോധനൻ വെള്ളത്തിൽ നിന്ന് പുറത്തു വരികയാണ്. പാണ്ഡവരും കൂട്ടരും എല്ലാവരും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ദുര്യോധനൻ വരുന്ന കണ്ടിട്ട് ഒരുപാട് സന്തോഷവും. എന്തായാലും യുദ്ധം ഇതോടുകൂടി തീരുകയാണ്. പാണ്ഡവരെല്ലാം സന്തോഷത്തോടുകൂടി അവരുടെ ആയുധങ്ങൾ പിടിച്ചു പൊക്കുകയാണ്, ശംഖുകൾ ഊതി. ദുര്യോധനൻ വളരെ ദേഷ്യത്താൽ എല്ലാവരും നോക്കുകയാണ്. അവരുടെ ആ സന്തോഷവും അവരുടെ ഉത്സാഹവും കണ്ടിട്ട് ഒരുപാട് ദേഷ്യം വന്നു. ചുണ്ടെല്ലാം കടിച്ചു പിടിച്ച് ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് ദുര്യോധനൻ. ആ കുളത്തിൻ്റെ കരയിലിരുന്നു കൊണ്ട് ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അപമാനത്തിനെല്ലാം നിങ്ങൾ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. നിങ്ങളെല്ലാവരും ഞാൻ കൊല്ലും, നിങ്ങളെല്ലാം യമപുരിയിലേക്ക് അയക്കും എന്ന് ദുര്യോധനൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് ആ ഗദയെടുത്ത് ഭൂമിയിൽ ഒറ്റയടി. ഉടൻ തന്നെ ആ ഭൂമി കുലുങ്ങാൻ തുടങ്ങി. എന്നിട്ട് യുധിഷ്ഠിരനെ നേരെ തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞാനിതാ ഇവിടെ നിൽക്കുന്നു. എൻ്റെ വാക്ക് പ്രകാരം നിങ്ങളിൽ ഒരാളുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യട്ടെ. എൻ്റെ ഈ ഗദ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നോളം ശക്തിയുള്ള ആളെ നീ തന്നെ പറയൂ. നീ തന്നെ ഇതിൻ്റെ നേതൃത്വം വഹിക്കുക. നിങ്ങൾക്കെല്ലാം എന്താ ശരി എന്താ തെറ്റെന്നറിയാലോ. ദുര്യോധനൻ ഭീമനും തുറച്ചു നോക്കുകയാണ്. രണ്ടുപേർക്കും അറിയാം അവസാനത്തെ യുദ്ധം ഇവർ രണ്ടുപേരും ആയിരിക്കാം. ഭീമൻ ഗദയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. കാരണം ഭീമൻ പ്രതിജ്ഞ എടുത്തായിരുന്നല്ലോ ദുര്യോധനെ കൊല്ലുമെന്ന്. ഈ ഒരു അവസരത്തിന് വേണ്ടി ഭീമൻ കൊതിച്ചിരിക്കുകയാണ്. ആ ദുര്യോധൻ്റെ തലയ്ക്ക് ആ ഗദയെടുത്ത് അടിക്കാനായിട്ട്, സർവ്വശക്തി എടുത്ത് അടിക്കാനായിട്ട് ഭീമൻ കൊതിച്ചിരിക്കുകയാണ്. യുധിഷ്ഠിരൻ്റെ ആ ഒരു ആജ്ഞയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. ദുര്യോധൻ്റെ ഈ അഭ്യർത്ഥന കേട്ടപ്പോൾ, അതായത് നീ നേതൃത്വം വഹിക്കൂ, അതായത് ഈ യുദ്ധത്തിൻ്റെ ജയം പരാജയം യുധിഷ്ഠിരൻ നിശ്ചയിക്കണമെന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചിരിച്ചു. അതിൽ നിന്ന് ദുര്യോധനൻ ഉദ്ദേശിച്ചത്, കാരണം യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനാണ്, അസത്യം പ്രവർത്തിക്കത്തില്ല.
പക്ഷെ അതേ സമയത്ത് ഭീമൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് തുടയടിച്ച് പൊട്ടിക്കുമെന്ന്. അതുകൊണ്ടാണ് യുധിഷ്ഠിരനെ തന്നെ ഇതിൻ്റെ എന്താ പറയുന്നത്, റെഫറി അല്ലെങ്കിൽ ജഡ്ജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതേപോലെ നിയമിച്ചിരിക്കുന്നു. അന്നേരം ഗദായുദ്ധത്തിൽ അരയ്ക്ക് താഴെ അടിക്കാനും പാടില്ല. എന്തായാലും ദുര്യോധനൻ ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. തെറ്റായിട്ടുള്ള വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഭീമൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമായിരുന്നു. ദുര്യോധനെ എന്തായാലും തുടയടിച്ച് പൊട്ടിക്കണം. കാരണം ഒരു നാണവും ഇല്ലാതെ പാവം ദ്രൗപദിയുടെ മുമ്പിൽ അവൻ്റെ വസ്ത്രം പൊക്കി പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു വന്നിരിക്കാൻ പറഞ്ഞിരുന്നു. അതിനെന്തായാലും പണി കൊടുക്കണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കൊടുക്കണ്ടേ? കമൻസിലിടുമോ? ദുര്യോധൻ്റെ തുടയടിച്ച് പൊട്ടിക്കണ്ടേ? കാരണം പതിവ്രതയായിട്ടുള്ള അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയെ നോക്കിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അമ്മയും പെങ്ങളെ അവന് തിരിച്ചറിയത്തില്ല, അതിന് അവൻ്റെ തുടയടിച്ച് പൊട്ടിക്കണ്ടേ? യുധിഷ്ഠിരൻ വളരെ ആ ചൂതുകളിയുടെ ഓർമ്മകളൊക്കെ യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ വന്നിട്ട് പറഞ്ഞു, ദുര്യോധന, നീ ഒരിക്കലും ചൂതുകളിയുടെ സമയത്ത് ശരിയും തെറ്റുമൊന്നും ചിന്തിച്ചില്ലായിരുന്നു. അഭിമന്യുവിനെ കൊന്നപ്പോഴും ക്ഷത്രിയ ധർമ്മത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ നീ പ്രവർത്തിച്ചില്ലേ? അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ, 16 വയസ്സുള്ള ഒരു കുട്ടിയെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ചതിയിലൂടെ കൊല്ലുകയാണ്. എന്നിട്ട് ഇപ്പോൾ നീ എങ്ങനെയാണ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധം ചെയ്യണമെന്നുള്ള ഒരു നിബന്ധന വയ്ക്കുന്നത്? പൊതുവേ നിർണായകഘട്ടം വരുമ്പോൾ എല്ലാവരും അവരവരുടെ ധർമ്മം മറക്കാറുണ്ട്, അതിൻ്റെ ഭവിഷ്യത്തെക്കുറിച്ച് ആലോചിക്കാറുമില്ല. പക്ഷെ എന്നാലും ഞാൻ നിനക്ക് നല്ലൊരു അവസരം നൽകുകയാണ്. നിനക്ക് നമ്മളിൽ നിന്ന് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമ്മളിൽ നിന്ന് ആരെ നീ തോൽപ്പിച്ചാലും നീ രാജാവായിരിക്കും, അല്ലെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പോകും. ഇത് കേട്ടോണെ ഭഗവാൻ കൃഷ്ണൻ ഞെട്ടിയിട്ട് യുധിഷ്ഠിരനൊന്ന് നോക്കി. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, തനിക്കെന്ത് ഭ്രാന്തുണ്ടോ? ഇങ്ങനെയല്ല ആ അർത്ഥത്തിലാണ് ഭഗവാൻ നോക്കിയത്. ഭഗവാൻ പറഞ്ഞ്, ഒരുവിധം ഞാൻ യുദ്ധം എങ്ങനെയൊക്കെയോ റെഡിയാക്കി വരുവാണ്, അതിൻ്റെ ഇടയിൽ ഇത്രയും നല്ലൊരു സുവർണ അവസരം ദുര്യോധനന് കൊടുക്കുകയാണ്. കാരണം ദുര്യോധൻ ഗദായുദ്ധത്തിൽ ഏറ്റവും വിദഗ്ധനാണെന്ന് എല്ലാവർക്കും അറിയാം. ബലരാമസ്വാമി സ്വയമാണ് ദുര്യോധനെ ഗദായുദ്ധം പഠിപ്പിച്ചത്. അതിൻ്റെ അകത്ത് നേരത്തെ ദ്രോണാചാര്യനിൽ നിന്ന് പഠിച്ചു, പക്ഷേ അതിൽ ഏറ്റവും എക്സ്പേർട്ടായിരുന്നു ബലരാമസ്വാമി. അന്നേരം ബലരാമസ്വാമിയിൽ നിന്നാണ് ദുര്യോധൻ ഗദായുദ്ധമൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. ഭീമസേനയും പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ദുര്യോധൻ അതിൽ എക്സ്പേർട്ടായിരിക്കുകയാണ്. ഭീമന് തീർച്ചയായിട്ടും ജയിക്കാൻ കഴിയും, പക്ഷെ എന്നാലും അത് വളരെ പ്രവചിക്കാൻ പറ്റാത്ത ഒരു യുദ്ധമായിരിക്കും. ഇനി ദുര്യോധൻ വളരെ ബുദ്ധിപരമായിട്ട് വേറെ ആരെങ്കിലും എതിരാളിയായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താവും? എന്നിട്ട് ഭഗവാൻ വിചാരിച്ച യുധിഷ്ഠിരൻ വലിയ മണ്ടത്തരമാണ് കാണിച്ചത്. ഇത് കേട്ടിട്ട് ദുര്യോധൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. പാണ്ഡവ യോദ്ധാക്കൾ അപ്പോഴേക്കും ഒരു കവചവും അണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യുധിഷ്ഠിര, ഞാൻ നിങ്ങളുടെ ഏത് സഹോദരന്മാരുമായിട്ടും യുദ്ധം ചെയ്യും. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. കാരണം ആർക്കാണ് എന്നോട് യുദ്ധം ചെയ്യാനുള്ള കഴിവുള്ളത്? ഞാൻ ഓരോരുത്തരായിട്ട് നിങ്ങളെ കൊല്ലും. നിങ്ങളാർക്കും എന്നെ നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. എൻ്റെ ശക്തിയെക്കുറിച്ച് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല, പക്ഷെ എന്നാലും ഞാൻ പറയുന്ന ശക്തി സത്യമാണ്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എന്നോട് യുദ്ധം ചെയ്യാം. എന്നോട് യുദ്ധം ചെയ്യാൻ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും കഥയെടുക്കാം. അന്നേരം ദുര്യോധൻ്റെ അഹങ്കാരം കാരണം അവനവിടെ ബുദ്ധി വർക്ക് ചെയ്തില്ല. ദുര്യോധന അവിടെ ബുദ്ധി ഉപയോഗിച്ചിരുന്നു എങ്കിൽ അവിടെ നകുലനെയോ സഹദേവനെയോ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ മതിയായിരുന്നു. അതോടുകൂടി യുദ്ധം ജയിച്ച് അവിടെ കിരീടം സ്വന്തമാക്കാൻ പറ്റുമായിരുന്നു. ഭഗവാൻ വരെ ഞെട്ടിപ്പോയി യുധിഷ്ഠിരൻ്റെ ഈ തീരുമാനത്തിൽ. പക്ഷേ ദുര്യോധൻ്റെ അഹങ്കാരം, പക്ഷെ നമ്മൾ ആലോചിക്കണം, യുധിഷ്ഠിരൻ്റെ ആ ഒരു മനസ്സ് നോക്കണേ അല്ലേ? അത്രയ്ക്ക് നിസ്വാർത്ഥനാണ് യുധിഷ്ഠിരൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഭഗവാൻ ഇത്ര ഇഷ്ടം. ഭഗവാനെ പോലെ ഷോക്ക് അടിപ്പിക്കും എന്നുള്ളതാണ് പാണ്ഡവർ അവരുടെ ധർമ്മം കൊണ്ട്.
ഭഗവാൻ വരെ വിചാരിക്കും ഇത്രയ്ക്ക് ധർമ്മം പാലിക്കണോ എന്ന് ഭഗവാൻ പോലും ചിന്തിക്കുക. അപ്പോൾ എന്തായാലും ദുര്യോധൻ്റെ അഹങ്കാരം അവനെ കൊണ്ട് ബുദ്ധി ഉപയോഗിക്കാൻ അനുവദിച്ചില്ല. എന്നിട്ട് കാരണം അവൻ വിചാരിച്ചു ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. ആര് അവനായിട്ട് യുദ്ധം ചെയ്താലും ഭീമനെക്കുറിച്ച് ഒട്ടും ഭയമില്ലായിരുന്നു ദുര്യോധനന്. പിന്നെ ഭീമനോടുള്ള ഏറ്റവും കൂടുതൽ പക കാരണം ഭീമൻ തന്നെ യുദ്ധത്തിൽ വരണമെന്ന് ദുര്യോധനൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നിട്ട് ദുര്യോധനൻ അറിയാം മിക്കവാറും ഭീമൻ തന്നെയായിരിക്കും വരുന്നത്. വേറെ ആരെയായിരിക്കും പാണ്ഡവർ തിരഞ്ഞെടുക്കുന്നത്? പിന്നെ ഈ ഒരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഹസ്തിനപുരിയിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു രൂപം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭീമൻ്റെ. എല്ലാ ദിവസവും മണിക്കൂറോളം അടിച്ചടിച്ച് പരിശീലിക്കുകയാണ്. ഇപ്പോൾ ആ പരിശീലിച്ചതിൻ്റെ എല്ലാം ഇപ്പോൾ പ്രാവർത്തികമാക്കാൻ സമയമായി എന്ന് ദുര്യോധനൻ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ദുര്യോധനൻ പറയുന്നതിൻ്റെ ഇടയിൽ ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് ഒന്ന് വന്നേ, ഇങ്ങോട്ട് പോ. എന്നിട്ട് പറഞ്ഞു എടുത്തു ചാടി എന്തിനാണ് ഇങ്ങനെ വാക്ക് കൊടുത്തത്? ഭഗവാൻ കൃഷ്ണൻ പറയാം, ഈ ദുര്യോധൻ നീയായിട്ട് യുദ്ധം ചെയ്യണമെന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യും? അർജുനുമായിട്ടോ നകുല സഹോദരന്മാരുമായിട്ടോ? ഭീമസേനന് മാത്രമേ ദുര്യോധനുമായിട്ട് പിടിച്ചിരിക്കാൻ പറ്റൂ ഗദയുദ്ധത്തിൽ. അതിലും നമുക്ക് ഉറപ്പില്ല. ഭീമൻ്റെ ശക്തി ഒരുപാട് കൂടുതലാണ്, പക്ഷേ ദുര്യോധൻ്റെ കഴിവുകളും ഒരുപാട് കൂടുതലാണ് ഗദായുദ്ധത്തിൽ. ശക്തിയെക്കാട്ടിയും കഴിവ് അതിലുള്ള ആ ഒരു മികവാണ് ഏറ്റവും പ്രധാനം. നീ വലിയൊരു തെറ്റാണ് യുധിഷ്ഠിര ചെയ്തതെന്ന് പറഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തിട്ട് ജയത്തിൻ്റെ അടുത്തെത്തിയിട്ട് നിങ്ങളെക്കൊണ്ട് മാത്രമേ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് ഒരേ ഒരു ശത്രുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു തീരുമാനം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഭരിക്കാനുള്ള യോഗം ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഭഗവാൻ ഭീമൻ അപ്പോൾ യുധിഷ്ഠിരൻ്റെ അടുത്തിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടു. എന്നിട്ട് കാരണം ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. കാരണം ഭീമൻ യുധിഷ്ഠിരൻ വേറൊരു വാക്കും കൊടുത്തു, ആരെയും തിരഞ്ഞെടുക്കാം, അവരെ തോൽപ്പിച്ചാൽ നീ രാജ്യം സ്വന്തമാക്കിയെന്നാണ്. അതായത് ഭീമനെ തിരഞ്ഞെടുത്താൽ പോലും ഭീമനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ രാജ്യം സ്വന്തമായി എന്നാണ്. അതും കൂടെ ചേർത്തിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. അന്നേരം ഇത് ഭീമൻ കേൾക്കുമായിരുന്നു. അന്നേരം ഭീമൻ പറഞ്ഞു, മാധവ അങ്ങ് വിഷമിക്കണ്ട, ഞാൻ യുദ്ധം അവസാനിപ്പിക്കാം. യുധിഷ്ഠിര ജ്യേഷ്ഠൻ്റെ വിജയം ഉറപ്പാണ്. ഞാൻ തീർച്ചയായിട്ടും ഇവനെ കൊല്ലുന്നതായിരിക്കും. എന്നെ അനുവദിക്കണം യുദ്ധം ചെയ്യാൻ. എൻ്റെ ഗദ അവൻ്റെ ഗദയെക്കാട്ടിയും ശക്തമാണ്. പിന്നെ എൻ്റെ കഴിവുകളും ഒട്ടും മോശമൊന്നുമല്ല. ദുര്യോധനെക്കുറിച്ച് എന്ത് പറയാനാണ്? സാക്ഷാൽ ദേവേന്ദ്രനുമായിട്ട് എനിക്ക് ഗദായുദ്ധം ചെയ്യാൻ പറ്റും. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ഭീമനെ അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭീമസേന, നിന്നിലാണ് യുധിഷ്ഠിരൻ്റെ എല്ലാ വിജയവും ഇനി ഇരിക്കുന്നത്. നീ എത്രയോ ദുര്യോധൻ്റെ സഹോദരങ്ങളെ കൊന്നിരിക്കുന്നു, അസംഖ്യം യോദ്ധാക്കളെയും കൊന്നിരിക്കുന്നു. അതുകൊണ്ട് ഇവനെ ഒട്ടും വിടരുത്. ഇവനെ എന്തായാലും കൊന്നേ പറ്റൂ. ഇവനെ കൊന്നില്ലെങ്കിൽ എല്ലാമേ പോയി. അതുകൊണ്ട് നിൻ്റെ പ്രതിജ്ഞ പൂർത്തീകരിക്കണം. പക്ഷെ ഒരുപാട് ശ്രദ്ധിച്ച് യുദ്ധം ചെയ്യണം. അവൻ നിസ്സാരനല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഭീമൻ ചിരിച്ചു. എന്നിട്ട് ഗദ തോളിൽ പിടിച്ച്, എന്നിട്ട് ഇവർക്ക് ആർക്കും അറിഞ്ഞൂടെ ഗാന്ധാരിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളവർ. ഭഗവാൻ സമയത്തിന് പോയിട്ട് ആ പണി കൊടുത്തില്ലവർ എന്താ അങ്ങനെ അല്ലേ? എത്രമാത്രം പാണ്ഡവരെ രക്ഷിക്കുന്നു ഭഗവാൻ. ഭക്തവത്സലൻ ഗുരുവായൂരപ്പൻ അല്ലേ? മുകളിലിരുന്ന് എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഭഗവാനും ഭഗവാന്റെ ചിത്രമായിട്ട് വ്യത്യാസമില്ലല്ലോ. സർവ്വചരാചരങ്ങളും അദ്ദേഹം നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ബാക്കിയുള്ള സഹോദരന്മാരെല്ലാവരും ഭീമനെ ഒരുപാട് പ്രചോദനം നൽകി. അവരെല്ലാവരും പറഞ്ഞു, ഇതെല്ലാം ജ്യേഷ്ഠ തീർച്ചയായിട്ടും അങ്ങേക്ക് കൊല്ലാൻ പറ്റും, അങ്ങ് ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവരും സ്തുതിക്കാൻ തുടങ്ങി ഭീമനെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ഈ നീചനെ, ഈ പാപിയെ ഇന്ന് തീർക്കുന്നതായിരിക്കും. അവ ഒരിക്കലും എന്നിൽ നിന്ന് ജയിക്കത്തില്ല. എൻ്റെ എല്ലാ ദേഷ്യവും വർഷങ്ങളായിട്ട് എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന എല്ലാ വിഷമങ്ങളെയും ഇന്ന് തീർക്കുന്നതായിരിക്കും. അങ്ങയുടെ ഹൃദയത്തിൽ കുത്തിത്തറച്ചു പോയ ആ അസ്ത്രത്തെ ഇന്ന് ഞാൻ പുറത്തെടുക്കുന്നതായിരിക്കും.
ഇന്ന് വിജയത്തിൻ്റെ ആ മാല അങ്ങയുടെ കഴുത്തിൽ ഞാൻ അണിയുന്നതായിരിക്കും. ദുര്യോധൻ ഇന്ന് പ്രാണൻ പിടിയുന്നതായിരിക്കും. അവൻ്റെ എല്ലാവരും നഷ്ടപ്പെടുമായിരിക്കും. ഇന്ന് ധൃതരാഷ്ട്രർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണം കേൾക്കുന്നതായിരിക്കും. അദ്ദേഹം ചെയ്തു കൂട്ടിയ എല്ലാ പാവങ്ങൾക്കും ഇന്ന് അതിൻ്റെ ഫലം അനുഭവിക്കുന്നതായിരിക്കും. ഭീമൻ അലറിക്കൊണ്ട് ഗദയിട്ടിങ്ങനെ കറക്കാൻ തുടങ്ങി. എന്നിട്ട് ശക്തമായിട്ട് ആ ഗദയെടുത്ത് ഭൂമിയിൽ ഒറ്റയടി. പാവം ഭൂമിദേവി എന്ത് കുറ്റം ചെയ്തല്ലേ. അപ്പോഴേക്കും ഭൂമി കിടന്ന് കുലുകാൻ തുടങ്ങി. ഇത് കേട്ടോണ്ട് ദുര്യോധന ഇരിക്കാൻ പറ്റിയില്ല. മുഷ്ടി ചുരുട്ടി മുന്നോട്ട് വന്നു. ഭീമനെ തുറച്ചു നോക്കി. വീണ്ടും ഭീമനും തുറച്ചു നോക്കി. ഒരു വലിയ ശക്തമായിട്ടുള്ളൊരു സിംഹവും ആനകളുടെ തലപ്പത്ത് ഇരിക്കുന്ന ആന, അതായത് ലീഡറായിട്ടുള്ള ആനക്കൂട്ടങ്ങളുടെ ഒരു ലീഡർ കാണുമല്ലോ. അന്നേരം ലീഡറായിട്ടുള്ള ഒരു ആനയും സിംഹമായിട്ടുള്ള യുദ്ധം പോലെ എല്ലാവർക്കും തോന്നി കാട്ടിൽ. ദുര്യോധൻ്റെ കണ്ണുകളെ തുറച്ചു നോക്കിയിട്ട് ഭീമൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ടോടാ നീ എങ്ങനെയാ ദ്രൗപദി അപമാനിച്ചെന്ന്? നീച, നീ എങ്ങനെ യുധിഷ്ഠിര മഹാരാജനെ അപമാനിച്ചു എന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? അതിൻ്റെ എല്ലാം ഫലം നീ ഇന്ന് അനുഭവിക്കാൻ പോവുകയാണ്. നീ കാരണമാണ് ഭീഷ്മർ ഇപ്പം ശരശയിൽ കിടക്കുന്നത്. നീ കാരണമാണ് ദ്രോണാചാര്യർ വധിക്കപ്പെട്ടത്. നീ കാരണമാണ് ഇത്രയും യോദ്ധാക്കൾ മരിച്ചത്. നിൻ്റെ സഹോദരങ്ങളെല്ലാം മരിച്ചതിന് കാരണം നീയാണ്. അതിൽ നിൻ്റെ ഏറ്റവും നീചനായിട്ടുള്ള ദുശാസനം മരിക്കാനും കാരണം ദ്രൗപദി ദേവിയുടെ ആ കേശത്തെ തൊട്ടുകൊണ്ടാണ്. അതുകൊണ്ട് നീ അവരുടെ വഴി തന്നെ പോകാൻ പോവുകയാണ്. നിൻ്റെ എല്ലാ അഹങ്കാരം ഇന്ന് തീർക്കാൻ പോവുകയാണ്. നിൻ്റെ എല്ലാ പാപത്തിനും ഇന്ന് നീ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അപ്പം ദുര്യോധനൻ പറഞ്ഞു, നിൻ്റെ ഈ വാക്കുകൾ വാചോടി കൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നീ എന്തിനാണ് എന്നെ അവഗണിക്കുന്നത്? എൻ്റെ ഗദ കണ്ടില്ലേ? ഹിമവാനെ പോലെ ഇങ്ങനെ ശക്തമായിട്ടിരിക്കുന്ന കണ്ടില്ലേ? ദേവേന്ദ്രന് പോലും എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ വെറുതെ എന്നെ എന്നിട്ട് വീണ്ടും വീണ്ടും പറയും, നേരായിട്ടുള്ള യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല, നേരായിട്ടുള്ള യുദ്ധത്തിൽ. അന്നേരം ദുര്യോധന നല്ല ഭയമുണ്ട്. തുടക്കിയിട്ട് പണി കിട്ടിയാലോ, തുടക്കിയിട്ട് പണി. കാരണം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, തുട പൊട്ടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. തുടയാണ് ഏറ്റവും വീക്കായിട്ടും ഇരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നേരായിട്ടുള്ള യുദ്ധത്തിൽ ഈ ലോകത്ത് ദേവേന്ദ്രന് പോലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല നേരായിട്ടുള്ള യുദ്ധത്തിൽ. ഇടയ്ക്കിടയ്ക്ക് നേരായിട്ടുള്ള യുദ്ധത്തിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല നേരായിട്ടുള്ള യുദ്ധത്തിൽ. ഇങ്ങനെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നീ എന്തിനാണ് ഈ ഞാൻ ചെയ്ത ദുഷ്പ്രവൃത്തികൾ എന്നൊക്കെ പറയുന്നത്? അതിനെക്കുറിച്ച് നീ എന്ത് ചെയ്യാനാണ്? നിനക്ക് ഇത്രയും ശക്തി ഉണ്ടായിട്ട് നിനക്ക് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നില്ലേ? നിനക്ക് വിരാട് രാജ്യത്തിലൊരു പാചകക്കാരനായിട്ട് ഇരിക്കേണ്ടി വന്നില്ലേ? അർജുൻ ഒരു നപുംസകം ആകേണ്ടി വന്നില്ലേ? എത്രയോ നിൻ്റെ കൂട്ടരെ എല്ലാവരെയും ഞാൻ കൊന്നിരിക്കുന്നു. ഇനി നീ ആയിരിക്കും മരിക്കാൻ പോകുന്നത്. ഭീമൻ തയ്യാറായി. ഭീമൻ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദുര്യോധന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദുര്യോധന അപ്പോഴും ഭീമൻ്റെ പ്രതിജ്ഞ ഓർക്കുന്നു, തുടയടിച്ച് പൊട്ടിക്കുന്നു. അപ്പോൾ വീണ്ടും പറഞ്ഞു, മൃഗോദര ഭീമ, ഒരിക്കലും ചതിവിലൂടെ നീ ജയിക്കരുത്. അതെന്നേക്കും നിനക്കൊരു അപമാനമായിരിക്കും. അതുകൊണ്ട് നേരെ ചൊവ്വെ ശക്തി പ്രദർശിപ്പിച്ച് യുദ്ധം ചെയ്യും. അന്നേരം ഗാന്ധാരി ദേവിയുടെ ഈ അനുഗ്രഹം മേടിച്ചത് അതൊക്കെ നേരായിട്ടുള്ള പരിപാടികളാണ് അല്ലേ? അതൊന്നും ചതുവൊന്നുമില്ല അല്ലേ? ഒന്ന് ആലോചിച്ചോടെ. അതുകൊണ്ട് നേരെ തുവൻ നീ യുദ്ധം ചെയ്യും. അത് നീ അഥവാ എൻ്റെ കൈ കൊണ്ട് മരിക്കുകയാണെങ്കിലും നിനക്ക് കീർത്തിയെ കിട്ടും. അപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ അവരോട് പറഞ്ഞു, സമന്ത പഞ്ചകം കുളത്തിൻ്റെ അടുത്തായിട്ട് യുദ്ധം നടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് പരശുരാമനാൽ രചിക്കപ്പെട്ട ഒരു കുളമാണ്. 2 യോദ്ധാക്കളും അത് അംഗീകരിച്ചു. അങ്ങനെ സമന്ത പഞ്ചകത്തിൻ്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ യുദ്ധക്കളത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരാളെത്തി. ആരാണ്? ബലരാമസ്വാമി. തീർത്ഥയാത്രയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ എത്തിയാണ്. സന്തോഷത്തോടെ യുധിഷ്ഠിര മഹാരാജ് അവിടെ സ്വീകരിച്ചു. എല്ലാ സഹോദരന്മാരും സ്വീകരിച്ചു. ഭഗവാനെ നമസ്കരിച്ചു, കാലുതൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങയുടെ 2 ശിഷ്യന്മാരുടെ യുദ്ധം കാണും.
അവർ സമന്തപഞ്ചകത്തിലേക്ക് അവസാനത്തെ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് രാമ എന്ന് ഭഗവാൻ പറയും. ഭഗവാൻ അതീവ സുന്ദരനായിട്ട് കാണപ്പെടുകയായിരുന്നു. ഒരു ഉദിച്ചിരിക്കുന്ന ചന്ദ്രനെ പോലെ നല്ല നീല വസ്ത്രവും ധരിച്ച് സ്വർണ്ണ ആഭരണങ്ങളൊക്കെ ധരിച്ച് ചുവന്ന താമരകളുടെ ഒരു മാലയും ധരിച്ചിരിക്കുകയാണ്. ബലരാമസ്വാമി ഭീമനെ ദുര്യോധനെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും നമസ്കരിച്ചു. ഭഗവാൻ കൃഷ്ണൻ ചിലപ്പോൾ വിചാരിച്ചാൽ ചേട്ടൻ ഇപ്പം തന്നെ വരാൻ കിട്ടിയ സമയം ഇപ്പം തന്നെ വരണമെന്നുണ്ടായിരുന്നു അല്ലേ എന്നൊക്കെ ഭഗവാൻ ചിലപ്പോൾ വിചാരിച്ചാണ്. എന്നിട്ട് ബലരാമസ്വാമി എല്ലാ രാജാക്കന്മാരെയും ക്ഷത്രിയന്മാരെയും കുറിച്ച് ചോദിച്ചു. അവരെല്ലാം മരിച്ചു, മിക്ക ആൾക്കാരും മരിച്ചു എന്ന് കേട്ടപ്പോൾ ബലരാമസ്വാമി പറഞ്ഞു, യുദ്ധത്തെക്കുറിച്ച് ഞാൻ നാരദ മഹർഷിയിൽ നിന്ന് കേട്ടിരുന്നു. നാരദ മഹർഷിയായിരുന്നു പറഞ്ഞത് അവസാനത്തെ യുദ്ധം നടക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, നാരദ വല്ല ആവശ്യമുണ്ടായിരുന്നു ഈ പണി. നാരദ മഹർഷിയുടെ ന്യൂസ് ചാനൽ എവിടെ എത്തുന്നു? അപ്പോൾ ബലരാമസ്വാമി പറഞ്ഞു, ഞാൻ നാരദ മഹർഷിയിൽ നിന്ന് എല്ലാം കേട്ടു യുദ്ധത്തെക്കുറിച്ച്. അവസാനത്തെ യുദ്ധം നടക്കുവാണെന്ന് അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഞാൻ എന്തായാലും ഇരുപക്ഷത്തും നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് തീർത്ഥയാത്രയ്ക്ക് പോയതായിരുന്നു. ഞാൻ ആ തീരുമാനം മാറ്റുന്നില്ല. ഞാൻ നിഷ്പക്ഷമായിട്ട് യുദ്ധം കാണുക മാത്രമേ ചെയ്യത്തുള്ളൂ. ബലരാമസ്വാമി മറ്റു യോദ്ധാക്കളോടൊത്ത് നടക്കുകയാണ് സമന്തപഞ്ചകത്തിൻ്റെ അടുത്തേക്ക്. ഭീമനും ദുര്യോധനും ദീർഘശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് അടുത്തടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സമന്തപഞ്ചകത്തിൻ്റെ അടുത്തെത്തി. അവിടെ പരശുരാമസ്വാമി ഒരു കുളമുണ്ടാക്കിയിരിക്കുന്നു. പരശുരാമസ്വാമി 21 പ്രാവശ്യം ക്ഷത്രിയന്മാരെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയിരുന്നു. അവരുടെ രക്തം കൊണ്ടുണ്ടാക്കിയ കുളമാണ് സമന്തപഞ്ചകം. അത് ആ കുളം ഒരു വട്ടത്തിലായിരുന്നു എന്ന് പറയുന്നു. ഒരു വലിയൊരു പ്രദേശത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങി ഒഴുകുകയാണ്. ഒരു മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തീരത്ത് ഇതിൻ്റെ മധ്യത്തിലായിട്ട് ഭീമനും ദുര്യോധനും ഒത്തുകൂടിയാണ്. നേർക്ക് നേർ രണ്ടുപേരും അലറിക്കൊണ്ട് ശക്തമായിട്ട് എതിരാളിയെ അപമാനിച്ചുകൊണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചിരിക്കാം. രണ്ടുപേർക്കും ഈ യുദ്ധത്തിനായിട്ടുള്ള അവസരം കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ്. രണ്ടുപേരും ജയത്തിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലെയായിരുന്നു അവരുടെ മുഖഭാവങ്ങളൊക്കെ. അത്രയ്ക്ക് ശക്തമായിട്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗത പിടിച്ചുകൊണ്ട്. യുദ്ധം ഏതാണ്ട് തുടങ്ങാറായപ്പോൾ ഒരുപാട് അപശകുനങ്ങൾ കാണപ്പെടുകയാണ്. ഒരുപാട് ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് വീശുകയാണ്. ചെന്നായ്ക്കൾ ഓലിയിടുകയാണ്. എന്നിട്ട് കഴുകനും കാക്കകളും ഒക്കെ കരയാൻ തുടങ്ങുകയാണ്. ഒരുപാട് ദുർനിമിത്തൽ കാണുകയാണ്. ഈ ദുർനിമിത്തങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ആരംഭിച്ചു. രണ്ട് ശക്തമായിട്ടുള്ള കാളകൾ കൊമ്പ് വെച്ച് കോർക്കുന്ന പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയെന്നുള്ള. എല്ലാവരുടെയും ചെവി പൊട്ടിക്കുന്ന രീതിയിലായിരുന്നു ഗദ കൊണ്ട് അടിക്കുന്നതിൻ്റെ ആ ശബ്ദം. തീപ്പൊരി പാറുകയായിരുന്നു ഗദയിൽ നിന്നും. യോദ്ധാക്കളെല്ലാം രോമാഞ്ചത്തോടു കൂടി കണ്ടു നിൽക്കുകയായിരുന്നു ഇവർ തമ്മിലുള്ള യുദ്ധം. പല ഗദായുദ്ധത്തിൻ്റെ എല്ലാ അടവുകളും അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം കറങ്ങും, ചിലപ്പം ചാടും. പല രീതിയിലും ഗദകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുകയായിരുന്നു. ഒഴിഞ്ഞു മാറുന്നു, ചാടി മാറുന്നു. ദേവന്മാരും ഗന്ധർവന്മാരും ഋഷിമാരും എല്ലാവരും യുദ്ധം കാണാനായിട്ട് നിൽക്കുകയാണ്. അവരുടെ വേഗതയും അവരുടെ മികവുകളും കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ് ഋഷിമാർ. എതിരാളിയുടെ ഒരു ചെറിയൊരു തെറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ആർക്കും എതിരാളിയുടെ ആ ഒരു
ദേഹത്ത് തൊടാൻ കഴിഞ്ഞില്ല. ആ രീതിയിൽ വളരെ അത്രയ്ക്ക് ഭംഗിയായിട്ടായിരുന്നു അവർ ഗദ ഉപയോഗിച്ച് അതിനെ തടയുന്നത്. അങ്ങനെ രണ്ടുപേരുടെ ദേഹത്ത് തൊടാൻ പോലും കഴിഞ്ഞില്ല. ആ രീതിയിൽ ഗദ വെച്ച് തടയുകയായിരുന്നു. അങ്ങനെ ഇടി വെട്ടുന്ന പോലെ ഗദ തമ്മിൽ കൂട്ടിമുട്ടുകയായിരുന്നു. അങ്ങനെ കുറേ നേരമായപ്പം ചാൻസ് കിട്ടിയപ്പോൾ ചിലവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകളിലും തോളത്തുമൊക്കെ അടി കിട്ടാൻ തുടങ്ങി. ആ അടി കിട്ടിയപ്പോൾ നന്നായി കിടന്ന് കറങ്ങാറുണ്ട്. പിന്നെ വീണ്ടും അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും തിരിച്ചടിക്കാൻ തുടങ്ങി. രണ്ടുപേർക്കും ഗദായുദ്ധത്തിൻ്റെ എല്ലാ അടവുകളും അറിയായിരുന്നു. അതുകൊണ്ട് എല്ലാ അടവുകളും അവർ പ്രയോഗിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും രണ്ടുപേരെയും പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീമൻ്റെ ഗദ യമരാജൻ്റെ ദണ്ട് പോലെയായിരുന്നു വരുന്നത്. കൊടുങ്കാറ്റ് പോലെയായിരുന്നു ദുര്യോധൻ്റെ മേലിൽ അത് വരുന്നത്. പക്ഷേ ദുര്യോധന അതിവിദഗ്ധമായിട്ട് അതിനെ ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒഴിക മാത്രമല്ല, അതിവേഗതയിൽ ഭീമനിട്ട് നല്ല അടിയും കൊടുക്കുമായിരുന്നു. ദുര്യോധൻ്റെ ഗദയുടെ ആ വേഗത കാരണം അതിൽ നിന്ന് തീ പറക്കാൻ തുടങ്ങി. അത്രയ്ക്ക് വേഗതയിലായിരുന്നു ഗദ വീശുന്നത്. ദുര്യോധൻ്റെ ഈ മികവ് കാരണം ഭീമനെ ഒരുപാട് അടിച്ചു. ഒരുപാട് വളരെ ഭീകരമായിട്ട് അടിച്ചു. ഭീമന് ഒരുപാട് അടി കിട്ടിയിട്ടും ഭീമൻ കുലുങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ദേഷ്യം കൊണ്ട് ഭീമൻ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല രീതിയിലും കറങ്ങി ശക്തമായിട്ട്, അതായത് ഗദ വീശുന്നത് കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് വേഗതയിൽ അടിക്കാൻ തുടങ്ങി ഭീമൻ തിരിച്ചു. പക്ഷേ എന്നിട്ടും അതെല്ലാം ദുര്യോധന അതിവിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. ചാടിക്കൊണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു മാറിക്കൊണ്ടോ. ഭീമൻ കറങ്ങി അടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇങ്ങനെ കുത്തിമറിഞ്ഞുകൊണ്ടോ വായുവിൽ തന്നെ കറങ്ങിക്കൊണ്ടോ അതിനെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് ആ ഒഴിഞ്ഞു മാറുമ്പോഴെല്ലാം ദുര്യോധനൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതേ സമയത്ത് ശക്തമായിട്ട് ഭീമൻ്റെ തലയ്ക്കിട്ട് അടിക്കുകയും ചെയ്യായിരുന്നു. ഇത്രയും ശക്തമായിട്ട് ഭീമൻ അടി കിട്ടിയിട്ടും ഭീമൻ കൊല്ലുന്നില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം ഭീമൻ തീർന്നു എന്ന് തന്നെ വിചാരിച്ചു. ആ രീതിയിലായിരുന്നു അടി. ദുര്യോധനൻ എന്തോ നൃത്തം ചെയ്യുന്ന പോലെ തോന്നുമായിരുന്നു. ദുര്യോധൻ്റെ ഗദ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഏതൊക്കെ രീതിയിൽ ഭീമൻ അടിക്കാൻ ശ്രമിച്ചാലും അതിനെ തടയുമായിരുന്നു. ഭീമൻ നോക്കിയപ്പോൾ ഭീമൻ്റെ എല്ലാ അടിയെയും തടഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ദുര്യോധനൻ്റെ ഭാഗത്തുനിന്ന് നല്ല അടി കിട്ടുന്നുണ്ടായിരുന്നു. ബലരാമസ്വാമി ഇത് കണ്ടിട്ട് അഭിനന്ദിക്കാൻ തുടങ്ങി ദുര്യോധനെ. പക്ഷേ പാണ്ഡവ കൂട്ടർക്കും വലിയ വിഷമമായിരുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. അവർ വളരെ വിഷമത്തോടുകൂടി ഭീമന് ഓരോ അടി കിട്ടുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുര്യോധൻ്റെ ഇതെല്ലാം കണ്ടിട്ട്, ഈ അടവുകൾ കണ്ടിട്ട് ഭീമൻ വളരെയധികം ക്രുദ്ധനായി. ഇങ്ങനെ വീണ്ടും ഒരു അടി കിട്ടിയതിന് ശേഷം ഭീമൻ കുറച്ച് പുറമോട്ട് മാറി. എന്നിട്ട് പെട്ടെന്ന് തന്നെ കറങ്ങി അരയുടെ ആ ഭാഗത്തോട്ട് ഒറ്റയടി. അന്നേരം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഭീമൻ കുറച്ച് പുറമോട്ട് മാറിയിട്ട് ഭീമൻ കറങ്ങി അരയുടെ ആ ഹൈറ്റിൽ, ആ ഒരു ഉയരത്തിൽ ഗദയെടുത്ത് ഒറ്റയേറി. അത് വായിലൂടെ അതിവേഗം സഞ്ചരിച്ച് ദുര്യോധൻ്റെ അരയ്ക്ക് തന്നെ ഒരടി കിട്ടുകയാണ്. ആ അടി കിട്ടിയിട്ട് ദുര്യോധൻ മുട്ടുകുത്തി വീഴുകയാണ്.
അന്നേരം അതായത് നല്ല വീശി ഒറ്റ എറിഞ്ഞു. അന്നേരത്തേക്ക് അത് ദുര്യോധൻ്റെ അരക്കിട്ട് കൊണ്ടു. അന്നേരം അവിടെ മുതൽ കുറച്ച് വീക്കാണ്, അരക്കാണ് കൊണ്ടത്. അന്നേരം ദുര്യോധന മുട്ടുകുത്തി വീണു. അത് അപ്പോഴേക്കും പാണ്ഡവരെല്ലാം കൈയടി, ഭീമ വെരി ഗുഡ് എന്നുള്ള രീതിയിൽ കൈയടിക്കാൻ തുടങ്ങി. അന്നേരം അവരുടെ പാണ്ഡവരുടെ ഉത്സാഹം ദുര്യോധന ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഉടൻ തന്നെ ആ ശക്തി കിട്ടിയിട്ടുണ്ടല്ലോ ഗാന്ധാരിയിൽ നിന്നും, ഉടൻ തന്നെ വീണ്ടും എങ്ങനെയൊക്കെയോ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, എഴുന്നേറ്റു. ദേഷ്യം കൊണ്ട് ഭീമനെ ആക്രമിക്കാൻ ഓടി വരികയാണ്. എന്നിട്ട് പെട്ടെന്ന് ഭീമൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ഭീമൻ്റെ തലയ്ക്ക് നെറ്റിക്ക് പോയി ഒറ്റയടി. എന്നിട്ടും ഭീമൻ ഒരു കുലുക്കമില്ല. നെറ്റി പൊട്ടി രക്തം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി ദേഹം മുഴുവൻ. ദുര്യോധന അത്ഭുതപ്പെട്ടു, ഇത്രയും ശക്തമായിട്ട് അടിച്ചിട്ടും ഭീമൻ ഒരു കുലുക്കമില്ലെന്ന്. ആ സമയം കൊണ്ട് ദുര്യോധൻ സത്യം പറഞ്ഞാൽ ഭയപ്പെട്ടു. എന്നിട്ട് കുറച്ച് പുറമോട്ട് പോയി. ഇത് നല്ലൊരു അവസരമായിട്ട് കണ്ടിട്ട് ഭീമൻ തോളത്ത് നോക്കി ഒറ്റയടി. ആ അടി കൊണ്ടിട്ട് ഒരു മരം പൊട്ടി വീഴുന്നത് പോലെ ഭീമൻ ദുര്യോധൻ പുറമോട്ടങ്ങ് വീഴുകയാണ്. കുറേ നേരത്തേക്ക് അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, ഗാന്ധാരിയുടെ ആ ശക്തി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ദുര്യോധൻ്റെ അവസ്ഥ എന്തുമായിരിക്കും. ദുര്യോധൻ തവിട് പൊടിയാന്. അന്നേരം കുറേ നേരം ദുര്യോധന സുബോധം കിട്ടിയില്ല. ഇത് കണ്ടിട്ട് പാണ്ഡവരെല്ലാം ഭയങ്കര സന്തോഷിച്ചു. എന്നിട്ട് ഭീമൻ കാത്തു നിൽക്കുകയാണ് ദുര്യോധന എഴുന്നേക്കാനായിട്ട്. പക്ഷെ ഭീമനും അത്ഭുതമായി. കാരണം ആ അടി വലിയൊരു മലയെ വരെ പൊടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ശക്തമായിട്ടാണ് ഭീമൻ അടിച്ചത്. ഭീമൻ വിചാരിച്ചു ഇവൻ മരിച്ചില്ലേ, കാരണം ഇവ ഇതിൽ തന്നെ തീരേണ്ടതായിരുന്നു. പക്ഷെ ഭീമൻ അത്ഭുതമായി, കാരണം ആ ഗാന്ധാരി ദേവിയുടെ ആ ശക്തി കിട്ടിയായിരുന്നല്ലോ. നിമിഷങ്ങൾക്കകം ദുര്യോധൻ വീണ്ടും എഴുന്നേറ്റു. ദുര്യോധന ഒരു കുലുക്കമില്ലായിരുന്നു. ദുര്യോധൻ്റെ കണ്ണൊക്കെ രൂക്ഷമായിട്ട് നോക്കിയായിരുന്നു. എന്നിട്ട് ഭീമൻ്റെ കണ്ണിൽ ആ അത്ഭുതവും കണ്ടു. എന്നിട്ട് ദുര്യോധനം വിചാരിച്ചു ഇപ്പം തീർന്നേനായിരുന്നു, എൻ്റെ അമ്മയാണ് എന്നെ രക്ഷിച്ചത് എന്ന് ദുര്യോധനൻ ചിന്തിച്ചു. എന്നിട്ട് ദുര്യോധന അട്ടഹസിക്കാൻ തുടങ്ങി. എന്നിട്ട് പെട്ടെന്ന് തന്നെ മുന്നോട്ട് വരികയാണ്. ഭീമൻ്റെ അടിയെ വീണ്ടും ഒഴിഞ്ഞു മാറി. ദുര്യോധൻ കറങ്ങി 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 ഒഴിഞ്ഞു മാറി ഭീമൻ്റെ നെഞ്ചത്ത് നോക്കി ഒറ്റയടി. ആ അടി കൊണ്ട് ഭീമൻ്റെ കവചം പൊട്ടി താഴെ വീഴുകയാണ്. എന്നിട്ട് ഭീമൻ പുറമോട്ട് വീഴുകയാണ്. ഇത് കണ്ടിട്ട് ദേവന്മാർ ഈ അടിയെ കണ്ടിട്ട് 2 യോദ്ധാക്കളുടെ തലയിലും പുഷ്പവൃഷ്ടി ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് പാണ്ഡവർക്ക് ഭയം തുടങ്ങി. കാരണം ഭീമൻ ഭൂമിയിൽ വീണിരിക്കുകയാണല്ലോ. പക്ഷേ നിമിഷങ്ങൾക്കകം ഭീമൻ ചാടി എഴുന്നേൽക്കുകയാണ്. മുഖത്തുള്ള ആ രക്തമൊക്കെ തുടച്ചു മാറ്റിയിട്ട് ദുര്യോധനെ വളരെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. കണ്ണൊക്കെ ചുവന്ന്. 2 പേരും വളരെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് കുറച്ച് സേഫായിട്ടുള്ള ദൂരവും വെച്ചുകൊണ്ട്, കുറച്ച് ദൂരം വെച്ചുകൊണ്ട് എതിരാളിയുടെ ബലഹീനത അളന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന, എപ്പോൾ അടിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് മെല്ലെ പറയുക, ജനാർദ്ദന, ഈ യുദ്ധത്തിൽ ആരായിരിക്കും ജയിക്കുന്നത്? അങ്ങയുടെ അഭിപ്രായം എന്താണ്? അർജുൻ സ്വയം നല്ലൊരു യുദ്ധത്തിലും മികവുള്ള യോദ്ധാവാണ്. ഭീമനെക്കുറിച്ച് ഭയങ്കരധികം പരിഭ്രാന്തനായി. പിന്നെ ഇത്രയൊക്കെ അടിച്ചിട്ടും ദുര്യോധനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല.
അതുകൊണ്ട് ഭീമൻ എങ്ങനെയായിരിക്കും ദുര്യോധനെ കീഴ്പ്പെടുത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെയോ ദുര്യോധൻ ജയിക്കുന്നതായിട്ടാണ് അർജുന് തോന്നിയത്. അപ്പോൾ പക്ഷെ കൃഷ്ണന് എത്രയോ പ്രാവശ്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അർജുനെ രക്ഷപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് അർജുനൻ കൃഷ്ണനോട് ചോദിച്ചത്. ഉടനെ തന്നെ ഭഗവാൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, രണ്ടുപേരും തുല്യശക്തികളാണ്. ഭീമൻ ശക്തനാണ്, പക്ഷേ ദുര്യോധൻ്റെ ഗദായുധത്തിലുള്ള മികവ് അത് അതിശ്രേഷ്ഠമാണ്. ഭീമനെക്കാട്ടിയും ഒരുപാട് പരിശീലനം എടുത്തിട്ടുണ്ട് ദുര്യോധനൻ. പിന്നെ ഗാന്ധാരിയുടെ ഈ തപോബലവും കൂടെ ദുര്യോധനെ രക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു യുദ്ധം തുല്യരുമായിട്ടും അല്ല എന്ന് ഭഗവാൻ പറയുകയാണ്. നേരെ ചൊവ്വേ യുദ്ധം ചെയ്താൽ ഭീമന് ജയിക്കാൻ കഴിയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷേ ചതുവ് എന്തെങ്കിലും കാണിച്ചാൽ ഭീമന് ജയിക്കാൻ പറ്റും. പിന്നെ ചതിയന്മാരോട് ചതിവ് പ്രയോഗിക്കാമല്ലോ. അങ്ങനെ ഭഗവാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ശക്തമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അർജുനെ ഓർമ്മിപ്പിച്ചു ഭീമൻ്റെ പ്രതിജ്ഞ, ദുര്യോധൻ്റെ തുട പൊട്ടിക്കുക എന്നുള്ള പ്രതിജ്ഞ. അതുകൂടാതെ മൈത്രേയ ഋഷിയും ആ ശാപം, ആ ഒരു പ്രതിജ്ഞ ഒരു ശാപത്തിലൂടെ അത് സത്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തുടയടിച്ച് പൊട്ടിച്ചാലേ ജയിക്കാൻ പറ്റൂ എന്ന് അർജുനെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, പാണ്ഡവർ വീണ്ടും ഈ യുധിഷ്ഠിരൻ കാരണം ഒരു ആപത്തിൽ പെട്ട് കിടക്കുകയാണ്. ദുര്യോധന എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു, കാട്ടിൽ വരെ പോകാനിരിക്കുകയായിരുന്നു. എന്നിട്ട് യുധിഷ്ഠിരൻ ഒരിക്കലും വെല്ലുവിളിക്കാൻ പാടില്ലായിരുന്നു. ഇനി എന്തായാലും ഭീമന് ചതുവ് പ്രയോഗിച്ചേ പറ്റൂ യുദ്ധം ജയിക്കാൻ, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. ഭഗവാൻ കൃഷ്ണൻ അറിയാമായിരുന്നു ഭീമൻ ദുര്യോധനെ തോൽപ്പിക്കാനായിട്ടുള്ള എല്ലാ വഴികളും ശ്രമിക്കുകയായിരുന്നു. അതായത് യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് ശേഷം തുടയടിച്ച് പൊട്ടിക്കുക എന്നാണ് ഭീമൻ വിചാരിക്കുന്നത്. അർജുന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. എന്നിട്ട് ഭീമൻ്റെ നോട്ടം അർജുനിലേക്ക് എത്തിയപ്പോൾ അർജുൻ തുടക്കിയിട്ട് ഒരടി അടിച്ചു. ഭീമനത് മനസ്സിലായി. അന്നേരം സാധാരണ നമ്മൾ ഭഗവാൻ കൃഷ്ണനാണ് തുടക്കിയിട്ട് അടിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ മഹാഭാരതത്തിൽ അർജുനാണ്. പക്ഷെ ഐഡിയ പറഞ്ഞു കൊടുത്തത് ഭഗവാൻ. ഭീമൻ എങ്ങനെയോ അർജുൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ അർജുൻ തുടയടിച്ചൊന്ന് കാണിക്കുകയാണ്. ഭീമൻ അത് തലകുലുക്കി, അത് സന്ദേശം കിട്ടി. എന്നിട്ട് ഭീമൻ ഉറപ്പായിരുന്നു ഇത് കൃഷ്ണൻ്റെ തന്നെ മെസ്സേജാണ്. കൃഷ്ണൻ്റെ ഐഡിയ ആണെന്ന് ഭീമൻ നന്നായിട്ട്, ഇങ്ങനെയുള്ള ഐഡിയാസ് ഭഗവാനെ തരുമല്ലോ. അന്നേരം ഭീമൻ വിചാരിച്ചു അരയ്ക്ക് താരെ അടിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. കാരണം ഭീമനെ കീഴ്പ്പെടുത്തിയതിന് ശേഷമേ തുടക്കി അടിക്കാൻ പാടുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ വേറൊരു ഉപായമില്ല. ഇപ്പോൾ ദുര്യോധനൻ വളരെ ശക്തമായിട്ട് യുദ്ധം ചെയ്യുകയാണ്, ഒട്ടും തളരുന്നുമില്ല. ഗദായുദ്ധത്തിൻ്റെ എല്ലാ മികവുകളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ അടവുകളും. എത്ര ശക്തമായിട്ട് അടിച്ചിട്ടും ഒരു കുലുക്കമില്ല. ഇനി ഭഗവാൻ പറഞ്ഞ ആ വഴി പോയേ പറ്റൂ എന്ന് ഭീമൻ മനസ്സിലാക്കി. ഭീമൻ അതിവേഗതയിൽ ദുര്യോധൻ്റെ മുന്നിലോട്ട് ചാടി വന്നു, പല തരത്തിലുള്ള അടവുകളും കാണിച്ചു. എന്നിട്ട് ദുര്യോധനിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ദുര്യോധനും അതേപോലെ പല അടവുകളും കാണിച്ചു, ഗദായുദ്ധത്തിൻ്റെ എല്ലാ അടവുകളും കാണിച്ചു എന്നുള്ളത്. അങ്ങനെ രണ്ടുപേരും അതിഭീകരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീപ്പൊരി പാറാൻ തുടങ്ങി വീണ്ടും വീണ്ടും. ആ ശബ്ദം കാരണം പല ആൾക്കാരുടെയും ചെവി പൊട്ടുന്ന രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള ശബ്ദം വന്നു.
രണ്ട് പുലികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന പോലെയായിരുന്നു. രക്തം അവരുടെ ദേഹത്തു നിന്നെല്ലാം ഒഴുകാൻ തുടങ്ങി. വീണ്ടും കുറച്ചു നേരം മാറി നിന്നു. ശ്വാസം കിട്ടാനായിട്ട് രണ്ടുപേരും കുറച്ച് അകന്നു നിന്നു. എന്നിട്ട് വീണ്ടും അലറിക്കൊണ്ട് വീണ്ടും യുദ്ധം ചെയ്തു. രണ്ടുപേരും ആ രണ്ട് എതിരാളികളുടെ കവചം അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം വെറും വസ്ത്രത്തിലായിരുന്നു അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുര്യോധൻ്റെ ആ അടി ഒഴിയുന്ന രീതിയിൽ ഭീമൻ കുറച്ച് പുറമോട്ട് മാറി. എന്നിട്ട് ഈ പൊതുവേ ഈ ഗദ ഉപയോഗിക്കുമ്പോൾ ഗദയുടെ അറ്റത്തൊരു വള്ളിയും കൂടെ ഉണ്ട്, ഒരു കയറ് പോലെ. അന്നേരം ഭീമൻ പുറമോട്ട് മാറി ദുര്യോധൻ്റെ ആ അടി ഒഴിയാനായിട്ട്. എന്നിട്ട് മുന്നോട്ട് വന്നിട്ട് ഗദയെടുത്ത് ഒറ്റയേറി ആ കയറ് പിടിച്ചുകൊണ്ട്. ദുര്യോധൻ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറി. എന്നിട്ട് ആ സമയം കൊണ്ട് ഒന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഭീമനെ കൈകൊണ്ട് പിടിച്ചിട്ട് ഭീമൻ്റെ ഒരു ഭാഗത്ത് നന്നായിട്ട് ഒരു ഇടി ഇടിച്ചു. ഭീമൻ നന്നായിട്ട് അടി കിട്ടി ഭീമന്. പക്ഷേ ഒരു കുലുക്കും ഇല്ലായിരുന്നു. എന്നിട്ട് നന്നായി അതിനെ സഹിച്ചിട്ട് എന്ത് ചെയ്തു? ആ കയറുണ്ടല്ലോ, ഗദയെ വീണ്ടും പിടിച്ചു. കാരണം ഭീമന് നന്നായിട്ട് അടിയേറ്റിരുന്നു. ഒരടിയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഭീമൻ വീണേനെ. പക്ഷേ നന്നായി അടി കിട്ടിയെന്ന് ഭീമൻ കാണിച്ചില്ല. ക്ഷമയോടെ അത് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിന്നു. ദുര്യോധന് മനസ്സിലായില്ല എതിരാളി തീർന്നു എന്ന്. അതറിഞ്ഞിരുന്നെങ്കിൽ ദുര്യോധന അടുത്ത അടിക്ക് ഭീമനെ വീഴ്ത്തിയേനെ. അതുകൊണ്ട് രണ്ടാമതൊരു അടി അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊരു പണി കിട്ടുമോ എന്ന് വിചാരിച്ച് രണ്ടാമത് അടിച്ചില്ല. മനസ്സിലായില്ല നിങ്ങൾക്ക്? അതായത് ഭീമൻ ഗദയെടുത്ത് ഒറ്റ എറിഞ്ഞു. അന്നേരം ദുര്യോധൻ ഒഴിഞ്ഞു മാറി, സൈഡിലോട്ട് ഒഴിഞ്ഞു മാറിയിട്ട് ഭീമൻ്റെ ദേഹത്ത് ഒറ്റ ഇടി. ആ ഇടി നല്ല ശക്തമായിട്ടുള്ളൊരു ഇടിയായിരുന്നു. ഒരു ഇടിയും കൂടി ഇടിച്ചിരുന്നെങ്കിൽ ദുര്യോധൻ ജയിച്ചേനെ. പക്ഷേ ഭീമൻ അത് മനസ്സിലായി. അതുകൊണ്ട് ഭീമൻ കുലുങ്ങാതെ ഇങ്ങനെ നിന്നു. അതുകൊണ്ട് വീണ്ടും ഒരു അടി അടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചൊരു പണിയാവുമോ എന്ന് വിചാരിച്ചിട്ട് ദുര്യോധന അടിച്ചില്ല. അപ്പോഴേക്കും ഭീമന് നല്ലൊരു അവസരം കിട്ടി സ്വഭാവം തിരിച്ചു കിട്ടാനായിട്ട്. എന്നിട്ട് ഭീമൻ നന്നായി തുറച്ചു നോക്കിയിട്ട് മുന്നോട്ട് വന്നു. ഗദയിട്ട് ഒരു കറക്ക് കറക്കി. അന്നേരം ദുര്യോധൻ ഗദയിട്ട് ഇങ്ങനെ കറക്കുകയായിരുന്നു. എന്നിട്ട് ഭീമനെ നന്നായിട്ട് അറിയായിരുന്നു ഈ രീതിയിൽ കറക്കിക്കഴിഞ്ഞാൽ ദുര്യോധൻ ഗദായുദ്ധത്തിലെ അവസ്ഥാന എന്ന് പറയുന്ന ഒരു അടവ് പ്രയോഗിക്കുന്നു. അവസ്ഥാന ആ ഒരു അടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടുക എന്നതാണ്. ചാടി അടി ഒഴിവാക്കുക എന്നതാണ്. അന്നേരം നല്ല ഹൈറ്റിന് ചാടുമ്പോഴത്തേക്ക് ഗദയുടെ ആ ഒരു അടി ഒഴിഞ്ഞു മാറാമല്ലോ. അതിനെയാണ് അവസ്ഥാനം എന്ന് പറയുന്ന ഒരടവ്. അന്നേരം ആ ഒരു അടവ് പ്രയോഗിച്ച് ദുര്യോധൻ ആ ഒരു അടവിൽ നിൽക്കുന്ന സമയത്ത് ഭീമൻ എന്ത് ചെയ്തു? ദുര്യോധൻ്റെ മുമ്പിൽ തന്നെ, അതായത് ഗദയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് അടിക്കുമ്പോഴത്തേക്ക് ദുര്യോധന അങ്ങ് പൊങ്ങി. അന്നേരം സാധാരണ അങ്ങനെ ഒരു അടി അടിച്ച് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ പിന്നെ ആൾ താഴെ വന്നതിന് ശേഷമാണല്ലോ വീണ്ടും അടുത്ത അടിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ചാടി ആ നിമിഷം തന്നെ ഭീമൻ എന്ത് ചെയ്യുന്ന ഇങ്ങനെ കറക്കിക്കൊണ്ട് ദുര്യോധൻ്റെ മുമ്പിൽ തന്നെ എന്ന് കറക്കിക്കൊണ്ടിരുന്നത് നെഞ്ചിൻ്റെ ആ ഒരു ലെവലിൽ വെച്ച്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ല.
എന്തായെന്ന് മനസ്സിലായി. അന്നേരം സാധാരണ അങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് വീശുന്ന സമയത്ത് ദുര്യോധന എടുത്ത് ഒറ്റ ചാട്ടമാണ്. അന്നേരം ഒഴിഞ്ഞു മാറി. എന്നിട്ട് വീണ്ടും അടുത്ത് താഴെ ഏറിൽ എന്നിട്ട് വീണ്ടും അടിക്കും. അതാണ് ചെയ്യുന്നത്. പക്ഷേ ഈ അടിച്ചത് ഭീമൻ ഇട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് എയറിൽ നിന്ന് ദുര്യോധന ലാൻഡ് ആവുന്ന സമയത്ത് കറക്റ്റ് തുടക്കിട്ട് കിട്ടിയെന്നുള്ളതാണ്. അടിപൊളി. ഭീംസേൻക്ക് ജയ്. തുടക്കിട്ട് നല്ല അടി കിട്ടി. അതിൽ ഭീമൻ്റെ ഫുൾ പവറും ഭീമൻ ഉപയോഗിച്ചിരുന്നു. 2 കൈകളും ഉപയോഗിച്ചിട്ടായിരുന്നു അടിച്ചത്. അതും ഭീമൻ്റെ ഗദ ഇവിടെ മഹാഭാരതത്തിൽ പറയുന്നു, ശക്തരായിട്ടുള്ള 3 മല്ലന്മാർ വേണം ഭീമൻ്റെ ഗദ എന്ന് പൊക്കാനായിട്ട്. അതാണ് ഭീമൻ്റെ ഗദ. പിന്നെ ഭീമൻ്റെ 2 കൈയുടെ ബലം, ഗദയുടെ പവർ, പിന്നെ 2 കൈയും പിടിച്ചുകൊണ്ട് ഭീമൻ്റെ ഫുൾ ശക്തി. പാവം ദുര്യോധൻ എന്തായിരിക്കുമല്ലേ തൊട. തക്കാളി ചട്നി പോലെ അയക്കണം ദുര്യോധൻ്റെ തൊടെ. പറയുന്നു, ഇടിവെട്ടി ഒരു മരം തകർന്ന് തരിപ്പണാവുന്ന പോലെ ദുര്യോധൻ്റെ തൊട പൊട്ടിച്ചെതറി എന്നുള്ളതാണ്. ഭൂമി കുലുങ്ങാൻ തുടങ്ങി ദുര്യോധൻ്റെ ആ വീഴ്ച കണ്ടിട്ട്. ദുര്യോധനൻ നിലവിളിയോടുകൂടി നിലവിളി. യുദ്ധം തീർന്നു എന്ന് ഉറപ്പായി. എല്ലാവരും സന്തോഷിക്കാൻ തുടങ്ങി. യുധിഷ്ഠിരൻ സഹോദരങ്ങളെല്ലാവരെയും കെട്ടിപ്പിടിച്ചു. ഭഗവാൻ കൃഷ്ണൻ ഭീമനെ കെട്ടിപ്പിടിച്ചു. പക്ഷെ അവിടെ ഒരാളുള്ളത് എല്ലാവരും മറന്നു. കൊടുങ്കാറ്റ് വീശാൻ തുടങ്ങി. ഒരുപാട് ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. വളരെ ഭീകര ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആകാശത്ത് രാക്ഷസന്മാരും യക്ഷന്മാരും ദാനവന്മാരും ഒത്തുകൂടി. എന്നിട്ട് ഭീമൻ വീണ് കിടക്കുന്ന ദുര്യോധനെ നോക്കിയിട്ട് പറഞ്ഞു, നീച, നിനക്ക് ഓർമ്മയുണ്ടോ നീ എങ്ങനെയാണ് ദ്രൗപദിയെ അപമാനിച്ചതെന്ന്? നീ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഭീമൻ്റെ ഇടതേ കാല് പൊക്കി ദുര്യോധനിട്ടൊരു ചവിട്ട്, ഒരു തൊഴിച്ചു. എന്നിട്ട് കാല് ദുര്യോധൻ്റെ നെറ്റിയിൽ വെച്ചിട്ട് പറഞ്ഞു, ആ ദ്രുപദൻ്റെ മകളായ ദ്രൗപദിയുടെ ആ തപോബലമാണ് നീയും നിൻ്റെ സൈന്യം ഇപ്പം ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നു. അന്ന് ദ്രൗപദിയെ അപമാനിച്ച ആ ദൃശ്യം കണ്ടവരെല്ലാം ഈ ഒരു ദൃശ്യം കാണട്ടെ. നീ അപമാനിച്ചതിനെല്ലാം നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കാം. ഭീമൻ കാല് ദുര്യോധൻ്റെ നെറ്റിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് വിഷമായി, പാണ്ഡവർ യോദ്ധാക്കളിൽ. ഇതും കൂടെ കണ്ടപ്പോഴത്തേക്ക് ബലരാമസ്വാമിക്ക് ദേഷ്യമായി. കാരണം തൊടയിലടിച്ചു പൊട്ടിച്ചിട്ടാണ് ദുര്യോധനെ വീഴ്ത്തിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഭീമ, നീ എൻ്റെ ശിഷ്യനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേട് തോന്നുന്നു. നീ എങ്ങനെയാണ് ഈ ചതിവിലൂടെ നീ ജയിച്ചത്? അരയ്ക്ക് താഴെ ഗദായുദ്ധത്തിൽ ഒരിക്കലും അടിക്കാൻ പാടില്ല. ഇത് അധർമ്മമല്ലേ? പക്ഷേ നീ അത് തെറ്റിച്ചിരിക്കുന്നു. ഇതിന് ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. ബലരാമസ്വാമി കാലപ്പയെടുത്ത് പൊക്കി ഭീമന് നേരെ ചാടി വരികയാണ്, കൈലാസപർവ്വതം പോലെ. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ ബലരാമസ്വാമിയെ തടഞ്ഞു. ഭഗവാന്റെ ശക്തമായിട്ടുള്ള കൈകൾ കൊണ്ട് ബലരാമസ്വാമിയെ കെട്ടി പിടിച്ച് മാറ്റി എന്നുള്ള. ഭീമൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ ഭഗവാൻ കൃഷ്ണൻ പിടിച്ചു മാറ്റി. സൂര്യചന്ദ്രന്മാരെ പോലെ തിളങ്ങി നിൽക്കുകയായിരുന്നു രണ്ടുപേരും.
ബലരാമസ്വാമി എങ്ങനെയൊക്കെയോ കൃഷ്ണനെ മാറ്റിയിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുകയായിരുന്നു. ഒന്ന് ഭഗവാൻ നല്ല ശക്തനാണ്, പക്ഷേ രണ്ടാമത് അനിയനും കൂടെയാണ്. അനിയനെ എങ്ങനെയാണ് തള്ളി മാറ്റുക? ഭയങ്കര സ്നേഹമാണല്ലോ, നമ്മുടെ പുന്നാര അനിയനല്ലേ. അതുകൊണ്ട് അനിയനെ തള്ളി മാറ്റാനും പറ്റുന്നില്ല. ബലരാമസ്വാമി ആകെ കഷ്ടപ്പെട്ടു. എന്നിട്ട് അനിയൻ ചേട്ടനോട് പറയാം, വീരനായക, അങ്ങ് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഭീമൻ നമ്മുടെ ഭൂഭാരം തീർക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പാണ്ഡവർ നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ അച്ഛൻ്റെ സഹോദരി പുത്രന്മാരല്ലേ. ദുര്യോധന അവരുടെ ജന്മശത്രുവായിരുന്നു, അതുകൊണ്ട് നമ്മുടെ ശത്രുവാണ്. ഭീമൻ കൊന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അവനെ കൊല്ലേണ്ടി വന്നേനെ. പിന്നെ ഭീമൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടല്ലോ ദുര്യോധൻ്റെ തുട പൊട്ടിക്കുന്നു. പ്രതിജ്ഞ നിറവേറ്റുക എന്നതൊരു ക്ഷത്രിയ ധർമ്മമല്ലേ. പിന്നെ മൈത്രി ഋഷിയും ഇതേ ശാപം ദുര്യോധനന് കൊടുത്തിരിക്കുന്നു. പ്രലംബാസുരനെ വധിച്ചവനെ, ഭീമൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അങ്ങയുടെ ആ ക്രോധം ശാന്തമാക്കൂ, അങ്ങ് ശാന്തനാകും എന്ന് പറഞ്ഞു. ബലരാമസ്വാമി ചിരിച്ചതിനെ അങ്ങ് തള്ളി, ചിരിച്ചതിനെ ഒരു ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ കേട്ടിട്ടൊന്ന് ചിരിച്ചു. ബലരാമസ്വാമിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും വിദഗ്ധനാണല്ലോ വാദിക്കാൻ വേണ്ടി. പക്ഷെ എന്നിട്ടും ബലരാമസ്വാമിക്ക് തൃപ്തികരമായിട്ട് തോന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബലരാമസ്വാമി പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭൗതിക ലാഭത്തിന് വേണ്ടി ഭീമൻ അധർമ്മമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും വിജയകരമല്ല, സന്തോഷകരമല്ല. പിന്നെ കൃഷ്ണ, നീ എപ്പോഴും ധർമ്മത്തിൻ്റെ ഭാഗത്തല്ലേ നിൽക്കുന്നത്, പിന്നെ എന്താണ് നീ ഇത് അധർമ്മത്തിന് കൂട്ടുന്നത്? അപ്പം ഭഗവാൻ പറഞ്ഞു, ഭീമൻ്റെ ഭാഗത്ത് എന്ത് അധർമ്മമാണ് ചേട്ടാ ഉള്ളത്? ഭീമൻ പ്രതിജ്ഞ എടുത്തിരുന്നു, അത് നിറവേറ്റി. ശക്തനായ ജ്യേഷ്ഠ, കലിയുഗം വരാൻ പോവുകയാണ്. എന്തായാലും ധർമ്മം നശിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ബലരാമസ്വാമി ശാന്തമായി. അപ്പം ഭഗവാൻ കൃഷ്ണൻ കൈപിടിക്കുകയാണ്. അപ്പോഴും ബലരാമസ്വാമി വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നീച പ്രവൃത്തി കാരണം ഭീമ നിന്നെ എന്നും ഒരു ചതുവനായിട്ടായിരിക്കും അറിയപ്പെടുന്നത്. ദുര്യോധന എപ്പോഴും ശ്രേഷ്ഠനായിട്ടുള്ളൊരു യോദ്ധാവായിട്ട് അറിയപ്പെടുന്നു. ദുര്യോധന എല്ലാ തരത്തിലുള്ള ധർമ്മങ്ങളും ചെയ്തു, ബ്രാഹ്മണർക്കും ദാനധർമ്മങ്ങൾ ചെയ്തു. എന്തായാലും അവൻ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ലോകത്ത് പോയി സുഖം അനുഭവിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ബലരാമസ്വാമി രഥത്തിൽ കയറിപ്പോവുകയാണ്. ഇപ്പോഴും ഭീമൻ കൈകൂപ്പി ബലരാമസ്വാമിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ്. ബലരാമസ്വാമി ചാടി മുന്നോട്ട് വന്നപ്പോഴെല്ലാം ഭീമസേനൻ തിരിച്ചൊന്നും പറയാതെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഭീമൻ വിചാരിച്ചു, എൻ്റെ ഗുരുവിൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. അതും എൻ്റെ ഗുരു സാക്ഷാൽ ഭഗവാനാണ്, ബലരാമസ്വാമിയാണ്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു എന്നാണ് വിചാരിച്ചത്. ബലരാമസ്വാമി പോകുന്ന കണ്ടിട്ട് ഭീമൻ വീണ്ടും ദുര്യോധൻ്റെ അടുത്തേക്ക് എത്തി. ഇപ്പോൾ ഏകദേശം വേദന കാരണം ബോധം കിട്ടി കിടക്കുകയാണ്, ബോധം പോകാറായിരിക്കുകയാണ്. വീണ്ടും മുഖത്ത് നോക്കി ഒരു ചവിട്ട്. ബലരാമസ്വാമി പോയല്ലോ, ഇനി ചവിട്ടാലോ എന്ന് പറഞ്ഞ് മുഖത്ത് ഒരു ചവിട്ടും കൂടെ കൊടുക്കാനായിട്ടിരിക്കുക. പക്ഷേ യുധിഷ്ഠിരൻ പെട്ടെന്ന് ഭീമനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ പ്രതികാരമെല്ലാം തീർന്നു ഭീമ. വീണ് കിടക്കുന്ന ഒരു യോദ്ധാവിനെ ഒരിക്കലും അപമാനിക്കരുത്. ദുര്യോധനൻ എന്തായാലും ഒരു രാജാവല്ലേ, നമ്മുടെ ഒരു ബന്ധുവാണ്. അവനെല്ലാം നശിച്ചിരിക്കുകയാണ്, സഹോദരങ്ങളെല്ലാം മരിച്ചു, അവൻ്റെ രാജ്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, സൈന്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ദുഃഖാവസ്ഥയിലാണ് അവ ഇപ്പോൾ ഇരിക്കുന്നത്.
എല്ലാവർക്കും അറിയാം നീ ധർമ്മിഷ്ഠനാണെന്ന്. അതുകൊണ്ട് ഇനി നീ അധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു എൻ്റെ പ്രിയ സഹോദരൻ. ഭീമനെ തടഞ്ഞു നിർത്തിയിട്ട് ദുര്യോധൻ്റെ അടുത്തേക്ക് മുട്ടുകുത്തി യുധിഷ്ഠിരൻ നിന്നിട്ട് പറഞ്ഞു, സഹോദര, നീ വിഷമിക്കരുത്. നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രപഞ്ച നിയമമാണ്. അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവർക്ക് അതിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതെല്ലാം വിധിയുടെ നിയമമാണ്. നിൻ്റെ അത്യാഗ്രഹവും ആർത്തിയും നീചപ്രവൃത്തി കാരണം ഇത്രയും വലിയൊരു ദുരിതം എത്രയോ യോദ്ധാക്കൾ അനുഭവിക്കേണ്ടി വന്നു. നിൻ്റെ സഹോദരങ്ങൾ മരിച്ചു, നിൻ്റെ മക്കൾ മരിച്ചു, നിൻ്റെ കൂട്ടുള്ള എല്ലാവരും മരിച്ചു, അനുയായികളെല്ലാവരും മരിച്ചു. നീ സ്വയം ഇനി മരണത്തിന് മുമ്പ് കീഴടങ്ങേണ്ടി വരും. കൂടാനുകൂടി യോദ്ധാക്കളാണ് മരിച്ചു വീണത്. ഇത് തന്നെയാണ് വിധി. യുധിഷ്ഠിരന് യഥാർത്ഥത്തിൽ കാരുണ്യം തോന്നി ദുര്യോധനോട്. മൂഢനായിട്ടുള്ള സ്വന്തം സഹോദരൻ ചെയ്ത മണ്ടത്തരത്തിൽ ഒരുപാട് കാരുണ്യം തോന്നി, സഹതാപം തോന്നി യുധിഷ്ഠിരൻ. ദുര്യോധനെ ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞു, നിന്നിൽ ഒരിക്കലും നമ്മൾ സഹതപിക്കാൻ പാടില്ല. കാരണം നീ ധർമ്മയുദ്ധത്തിലാണ് മരിച്ചു വീണിരിക്കുന്നത്. നമ്മളോടാണ് നീ സഹതപിക്കേണ്ടത്. കാരണം നമ്മുടെ എല്ലാ ബന്ധുക്കളും എല്ലാവരും മരിച്ചിട്ട് ഈ ഒരു രാജ്യം എങ്ങനെയാണ് നമുക്ക് ഭരിക്കാൻ കഴിയുക? വിധവകൾ മാത്രമുള്ള ഈ രാജ്യം എങ്ങനെ ഭരിക്കാനാണ്? നീ ഉപരിലോകങ്ങളിലേക്ക് പോയി ആനന്ദിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ലോകത്തിരുന്ന് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളെ ഓർത്ത് കരഞ്ഞു തീർക്കേണ്ടതായിട്ടുണ്ട്. ഇതോർത്ത് യുധിഷ്ഠിരൻ്റെ കണ്ണീന്ന് കണ്ണീരൊഴുകിയാണ്. എഴുന്നേറ്റിട്ട് ദുര്യോധനിൽ നിന്നും അകന്നു പോവുകയാണ്. ദുര്യോധന അപ്പോഴും ഒന്നും മിണ്ടിയില്ല. ദുര്യോധൻ്റെ ആ സഹതാപവും വിഷമവും യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ ആ വാക്കുകൾ ദുര്യോധനെ കൂടുതൽ വേദനിപ്പിച്ചു. ഈ ഒരു സഹതാപം ദുര്യോധന ഒട്ടും ആഗ്രഹിക്കുന്നില്ലായിരുന്നു. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ദുര്യോധൻ വേദന കൊണ്ട് അവിടെ കിടക്കുകയാണ്. ഭഗവാൻ കൃഷ്ണനും തടഞ്ഞിരുന്നു. ഭീമൻ ദുര്യോധനെ രണ്ടാമത് ചവിട്ടാൻ പോയപ്പോൾ. എന്നിട്ട് യുധിഷ്ഠിരൻ്റെ അടുത്ത് നിന്നിട്ട് ആശ്വസിപ്പിട്ട് പറഞ്ഞു, തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങ് ജയിച്ചിരിക്കാം, വിഷമിക്കാം. ഇതെല്ലാം വിധിയുടെ തീരുമാനമാണ്. ഭീമൻ്റെ ആ ക്രോധാഗ്നിയിൽ ജ്വലിച്ച് തീരേണ്ടതാണ് ദുര്യോധൻ. യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ഭീമൻ്റെ ദേഷ്യം അപ്പോഴേക്കും ശാന്തമായി ദുര്യോധനിൽ നിന്ന് അകന്നു മാറി ദുര്യോധൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് കൈകൊപ്പി പറഞ്ഞു, ജ്യേഷ്ഠ, ഇനി ഈ സാമ്രാജ്യം അങ്ങയുടേതാണ്. എല്ലാ ശത്രുതകളും തീർന്നിരിക്കുകയാണ്. ആ നീചനായിട്ടുള്ള ദുഷ്ടൻ ഇപ്പോൾ ഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവനെ കൂട്ടുനിന്ന എല്ലാവരും മരിച്ചിരിക്കുകയാണ്. ഈ സാമ്രാജ്യം മുഴുവൻ അങ്ങയുടേതാണ്. യുധിഷ്ഠിരൻ ഭീമനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, യുദ്ധം അവസാനിച്ചു. ദുര്യോധനെ നമ്മൾ കീഴ്പ്പെടുത്തി. നമ്മൾ ഈ ഭൂമിയെ ജയിച്ചിരിക്കുകയാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം. നമ്മുടെ അമ്മയുടെ അനുഗ്രഹത്താൽ നമ്മൾ ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ ശത്രുക്കൾ മരിച്ചിരിക്കുകയാണ്. എല്ലാ പാണ്ഡവ യോദ്ധാക്കളും ആഹ്ലാദിച്ചു. ചിലവർ അവരുടെ വില്ലിൻ്റെ ഞാണ് പിടിച്ച് കൊലച്ചു. ശംഖുകൾ ഊതി വാദ്യോപകരണങ്ങളൊക്കെ വായിച്ചു. അട്ടഹസിച്ചിരിച്ചു. തുള്ളിച്ചാടാൻ തുടങ്ങി. എല്ലാവരും ഭീമനെ അഭിനന്ദിച്ചു, ദുര്യോധനെ വീഴ്ത്തിയതിന്. ഒരു ദുര്യോധൻ്റെ മുഖത്ത് കാല് വെച്ചതിനും എല്ലാവരും അഭിനന്ദിച്ചു. എന്നിട്ട് ആ സമയത്ത് ഭഗവാൻ കൃഷ്ണ ഉടനെ പറഞ്ഞു, രാജാക്കന്മാരെ, മരിച്ചു വീണ ആളിനെ പിന്നെ നമ്മൾ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല.
അത് വളരെ ഒരു പാപപ്രവൃത്തിയാണ്, നാണം കെട്ട പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആളിപ്പോൾ ഒരു വെറും വിറക് കഷ്ണം പോലെയാണ്. അതുകൊണ്ട് ആളിനെ ഇപ്പോൾ മിത്രമായിട്ടും കാണരുത്, ശത്രുവായിട്ടും കാണരുത്. അതുകൊണ്ട് ദുര്യോധനെക്കുറിച്ച് ഇനി ഒരു വാക്കും പറഞ്ഞ് നമ്മുടെ ഊർജം പാഴാക്കി കളയരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ സ്ഥലം ഉപേക്ഷിക്കാം. ഭാഗ്യം കൊണ്ടാണ് ക്രൂരനായിട്ടുള്ള ദുര്യോധനെ നമുക്ക് കൊല്ലാൻ കഴിഞ്ഞത്. ദുര്യോധനെയും ദുര്യോധൻ്റെ കൂട്ടരെയില്ല. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യത്താൽ ദുര്യോധൻ സ്വന്തം ദേഹത്ത് ഒരു അടിയടിക്കുകയാണ്. എന്നിട്ട് കണ്ണുകൾ തുറച്ച് അവിടുന്ന് എങ്ങനെയൊക്കെയോ എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് കണ്ണുകൾ തുറച്ച് ദേഷ്യത്താൽ ഭഗവാൻ കൃഷ്ണനെ ഒരു സർപ്പം ചീറ്റുന്ന പോലെ ചീറ്റിക്കുന്ന ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് പറയണം, കംസൻ്റെ അടിമയുടെ മകനെ, നിനക്കൊരു നാണമില്ലേ? നിനക്ക് ഓർമ്മയില്ലേ എന്നെ എങ്ങനെയാണ് ഏറ്റവും അപമാനകരമായിട്ടുള്ള രീതിയിലാണ് എന്നെ തോൽപ്പിച്ചിരിക്കുന്നത്? എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? നീയാണ് അത് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കത് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പാവം ഭഗവാൻ എന്ത് തെറ്റാണ് ചെയ്തത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ തെണ്ടിത്തരങ്ങളും ചെയ്യും, എന്നിട്ട് ഭഗവാനിട്ട് കുറ്റം പറയും. എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ? പറയാം, നീ അത് കാണിച്ചത് നീ ആ ഒരു നിർദ്ദേശം കൊടുത്തത് ഞാൻ കണ്ടില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? നിൻ്റെ ഈ ഒരു ചതിവ് കാരണമാണ് ഇത്രയും യോദ്ധാക്കൾ മരിച്ചത്. ഭീഷ്മർ, ദ്രോണർ, കർണർ, ഭുരിശ്രവ, ഇവരെല്ലാം നിൻ്റെ ചതിവ് കാരണമാണ് മരിച്ചിരിക്കുന്നത്. നിൻ്റെ ഈ നീച ഉപദേശം കൊണ്ടാണ്. നിൻ്റെ ഒരു നീച ഉപദേശങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ പാണ്ഡവർക്ക് ഒരിക്കലും ഈ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ലായിരുന്നു. എന്നിട്ട് ദുര്യോധനൻ വേദന കൊണ്ട് ഇപ്പോഴും പുളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഭൂമിയിൽ വീണു. ദേഹം മുഴുവൻ, മുഖം മുഴുവൻ വേർക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പറയുക, ഗാന്ധാരി പുത്ര, സഹോദരങ്ങളും മക്കളും ബന്ധുക്കളും എല്ലാം മരിച്ചത് നിൻ്റെ പാവപ്രവൃത്തി കാരണമാണ്. നിന്നോട് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു പാണ്ഡവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കാൻ. പക്ഷേ നിൻ്റെ പിടിവാശി. നീ എത്ര നീചപ്രവർത്തികൾ നിൻ്റെ സ്വന്തം സഹോദരങ്ങളോട് ചെയ്തിരിക്കുന്നു. ദ്രൗപദിയെ അപമാനിച്ച ആ സഭയിൽ വെച്ച് തന്നെ നിൻ്റെ മരണം നടക്കേണ്ടതായിരുന്നു. അതിനു വേണ്ടിയാണോ നിൻ്റെ മരണം ഇപ്പം ഇങ്ങനെ നടക്കുന്നത്? എടാ ദുഷ്ട, അഭിമന്യുവിനെ നീ ചതിവിലൂടെയല്ലേ കൊന്നത്. നീ ഒരിക്കലും നിൻ്റെ മുതിർന്നവരെ ബഹുമാനിച്ചിട്ടില്ല. അവർ പറയുന്ന ഒരു ഉപദേശങ്ങളും നീ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇപ്പം വെറും തറയിൽ ഇങ്ങനെ കിടക്കുന്നത്. ചുമ്മാ കിടന്ന് വായിൽ തോന്നിയതൊന്ന് വിളിച്ചു പറയരുത്. നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ദുര്യോധൻ വേദന കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും അവിടെ പറയുകയാണ്, നിൻ്റെ വാക്കുകളിലൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഭൂമി ആവശ്യത്തോളം ഭരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വീരമൃത്യുവാണ് അടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല. ദേവന്മാർക്ക് തുല്യമായിട്ടുള്ള സാമ്രാജ്യം ഞാൻ ഈ ആസ്വദിക്കാൻ പോവുകയാണ്. എൻ്റെ എല്ലാ സഹോദരന്മാരോടൊത്ത് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ പാണ്ഡവരെല്ലാം ഇവിടെ ദുഃഖത്തിലാണ്ട് ജീവിക്കും. ഇനിയും ദുരിതങ്ങൾ അനുഭവിക്കുന്നു. ഇത് പറഞ്ഞ ഉടൻ തന്നെ ആകാശത്തിൽ നിന്നും പുഷ്പവൃഷ്ടി വരാൻ തുടങ്ങി. ഗന്ധർവന്മാരും അപ്സരസ്സുകളും ഒക്കെ ദുര്യോധനെ അഭിനന്ദിക്കാൻ തുടങ്ങി. ദുര്യോധൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഈ സമയത്ത് നമ്മൾ വിചാരിക്കും, ഇതെന്തൂടെ ഭഗവാനെ ചീത്ത വിളിച്ചിട്ട് ഇവനെന്തോ
അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ദേവന്മാർ അത്ഭുതത്തോടു കൂടി കാണുകയായിരുന്നു. ദുര്യോധനൻ ഭഗവാന്റെ മുമ്പിലാണ്, ഭഗവാനെ നോക്കി, ഭഗവാനെ ചിന്തിച്ച്, ഭഗവാനെ ചീത്ത വിളിച്ചുകൊണ്ടാണ് പോയത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അത് അവനെ ഏറ്റവും വലിയ ശുഭമായിട്ട് മാറിയിരിക്കുക. ഭഗവാനോട് എപ്പോഴും ദ്വേഷഭാവമായിരുന്നുവെങ്കിലും സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനുമായിട്ടൊരു സമ്പർക്കം ഉണ്ടായതുകൊണ്ട് അവനെല്ലാ അനുഗ്രഹവും കിട്ടും. അതുകൂടാതെ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് അവൻ്റെ മരണം നടക്കുന്നതുകൊണ്ടും ഭഗവാനാണ് അവൻ്റെ തുടയടിച്ച് പൊട്ടിക്കാൻ പറഞ്ഞത് കൊണ്ടും എല്ലാം കൊണ്ടും ദുര്യോധനൻ ലോട്ടറി അടിച്ചു എന്നുള്ളതാണ്. എന്തുകൂടെ അല്ലേ? അപ്പോഴേക്കും ഒരു ദിവ്യ സംഗീതം ആകാശത്ത് മുഴങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഒരു അശരീരി കേട്ടു. ദുര്യോധനെ എന്തായാലും ചതുവിലൂടെയാണ് കൊന്നിരിക്കുന്നത്. ഇതേപോലെയാണ് ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും പുരുശ്രവസിനെയും കൊന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ പാണ്ഡവർക്ക് ഒരുപാട് നാണക്കേട് തോന്നി. ഇത് കേട്ടിട്ട് ഒരുപാട് വിഷമിച്ച് അവർ കൃഷ്ണനെ നോക്കി. ഇത് കേട്ടിട്ട് ഭഗവാൻ വീണ്ടും അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വിഷമിക്കാതെ, ഇവരെ ഒന്നും കൊല്ലാൻ വേറൊരു വഴിയില്ല. നിങ്ങൾക്ക് നന്മ ചെയ്യാനും ഭൂഭാരം തീർക്കാനും ഞാൻ എൻ്റെ മായാവി ശക്തികൾ ഉപയോഗിച്ചതാണ് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി. നേരായിട്ടുള്ള യുദ്ധത്തിൽ ഇവരെ ഒന്നും കൊല്ലാൻ കഴിയില്ല. ദിക്പാലകന്മാർക്ക് പോലും ഇവരെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുറ്റബോധം വയ്ക്കേണ്ട ആവശ്യമില്ല അവരെ കൊന്നത്. ശക്തരായിട്ടുള്ള ഒരു എതിരാളിയെ തോൽപ്പിക്കാൻ നമുക്കങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ പ്രത്യേകിച്ചും എതിരാളി തന്നെ ചതിവും വഞ്ചനയും ചെയ്യുന്നവരാണ്, അധർമ്മം ചെയ്യുന്നവരാണ്. പിന്നെ കൗരവപക്ഷത്തുള്ള എല്ലാവരും ദുര്യോധനൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പാപികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ കൊന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അശരീരി അന്നേരം ആരാ പറഞ്ഞു? അതും ഭഗവാൻ തന്നെയാണ്. കാരണം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ ഇവിടെ തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചതിവിലൂടെ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ചതിവിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഭഗവാൻ കൃഷ്ണൻ. തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഭഗവാൻ അനുവദിച്ചതുകൊണ്ട് അത് ഓക്കെ. എല്ലാ സാഹചര്യത്തിലും ഇത് ഓക്കെ അല്ല. മനസ്സിലായില്ലേ? നമ്മളും ഇതേപോലെ ഭഗവാൻ ചെയ്തതല്ലേ, ഇവരെ നമുക്കും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് ഭഗവാനാണ്. ഭഗവാൻ കൃഷ്ണനെ കോപ്പി ചെയ്യരുത്, രാമനെ കോപ്പി ചെയ്യാം. ഭഗവാൻ കൃഷ്ണൻ തെറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയാലും അത് വലിയൊരു ശരിയായിരിക്കും. വെണ്ണ കട്ട് തിന്നില്ലേ? രാത്രിയിൽ ഗോപികമാരോട് രാസലീല ചെയ്തില്ലേ? ഇതെല്ലാം അധർമ്മമായിട്ട് തോന്നാം, പക്ഷെ അധർമ്മമല്ല. അത് ഭഗവാൻ കൃഷ്ണനായതുകൊണ്ട് അത് വലിയ ശരിയാണ്. എന്നിട്ട് ഈ അശരീരിയും ഭഗവാൻ തന്നെയാണ്. എന്നിട്ട് ഈ ദുര്യോധനെ കുറ്റം പറയുന്നതും ഭഗവാൻ തന്നെയാണ്. അതാണ് ഭഗവാൻ ഭയങ്കര നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ മിസ്റ്റീരിയസ് ആണ്. ഒരുപാട് നിഗൂഢതകളുണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ഉള്ളിൽ. ഇനി ഭഗവാന് ഇവരെ ആരെയും ചതിവിലൂടെ അല്ലാതെ കൊല്ലാൻ പറ്റത്തില്ലേ? കൊല്ലാൻ പറ്റും. പക്ഷെ ചതിയന്മാരെ ചതിവിലൂടെ തന്നെ കൊല്ലണം, അധർമ്മികളെ അധർമ്മത്തിലൂടെ തന്നെ കൊല്ലണം എന്ന് ഭഗവാന്റെ ഒരു നിർബന്ധമാണ്. അതുകൂടാതെ ഇത് അധർമ്മമാണ് എന്ന്, അതായത് പാണ്ഡവർ ചെയ്തതും ചതിവാണ് എന്നും ഒരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കുകയാണ്. പക്ഷെ ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. അന്നേരം ഒന്ന് ആലോചിക്കും, മഹാഭാരതത്തിൻ്റെ ആ ഒരു ഡെപ്ത് എന്താണെന്ന്.
ഇതിൻ്റെ പേരിൽ ഭഗവാൻ ചതിവിനെയും അധർമ്മത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയല്ല. പാണ്ഡവർ ചെയ്തത് തെറ്റാണ്, പക്ഷെ വേറെ വഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദുര്യോധൻ ചെയ്തത് ശരിയാണോ? ദേഹം മുഴുവൻ വജ്രമാക്കി വെച്ചിരിക്കുന്നു. ദ്രൗപദി ദേവിയെ അപമാനിച്ചത് ശരിയാണോ? ഭീഷ്മരെ കൗരവരുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നത് ശരിയാണോ? അന്നേരം അധർമ്മത്തെ നീക്കാൻ അധർമ്മം വേണ്ടി വന്നു. അന്നേരം ഭഗവാൻ ഇവിടെ പറയുന്നത്, നിർണായക സാഹചര്യത്തിൽ, അത്രയ്ക്ക് വേറെ ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം എടുത്തേക്കാം, അങ്ങനെയുള്ളൊരു ഉപായം എടുക്കേണ്ടി വരാം. പക്ഷെ അത് എന്നൊന്നും ഒരു നിയമമായിട്ട് ഉപയോഗിക്കരുത്, അല്ലേ? അതാണ് ആ ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്.